ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിന്റെ സ്ട്രാറ്റജി ഓൾറെഡി പഠിച്ചിരുന്നു അല്ലേ? അത് നമുക്കൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇന്ന് വല്ല ട്രേഡ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സാധാരണ നിലയ്ക്ക് നമ്മൾ നിഫ്റ്റിയിലെ ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യേണ്ടതുണ്ട്. അതായത് നിഫ്റ്റിയിൽ നിന്ന് മുകളിലേക്കാണോ താഴത്തേക്കാണോ പോകാൻ സാധ്യത എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പല ദിവസങ്ങളിൽ ഒരു 30-40% ഡേയ്സിൽ നമുക്ക് ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടാറുണ്ട്. ബാക്കി 60% ദിവസങ്ങളിൽ നമുക്കൊരു മിക്സഡ് വ്യൂ ആണ് കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതലും ചാർട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്തായാലും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ പേര് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി അല്ലേ? അപ്പൊ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളും കഴിഞ്ഞ ദിവസങ്ങളുടെ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ്സും അതുപോലെ തന്നെ റൗണ്ട് നമ്പേഴ്സ് ഒക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതിലൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള തരത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ വൺ ഡേയുടെ ചാർട്ട് ആദ്യം നമ്മൾ എടുക്കും. വൺ ഡേയുടെ ചാർട്ട് എടുത്തിട്ട് കഴിഞ്ഞ 3-4 ദിവസത്തിന്റെ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് താഴെയാണെങ്കിൽ അത് ഒരു ഗ്രീൻ ലൈനായിട്ട് മാർക്ക് ചെയ്യും. ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് മേലെയാണെങ്കിൽ റെഡ് ലൈനായിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ദിവസത്തിന്റെ ലോ ഇവിടെ ഏകദേശം സിമിലർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ, സിമിലർ ആണെങ്കിൽ നമുക്ക് അതും കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവറിലേക്ക് വരുന്നു. 30 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടി ആക്യുറസി, 1 അവറാണ് നമുക്ക് എളുപ്പം ഓർത്ത് വെക്കാൻ പറ്റുക അല്ലേ? അപ്പോൾ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവറിലേക്ക് വരുന്നു. അതിനുശേഷം ഇതിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. ഒരു സോൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ബോക്സ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. റെക്ടാങ്കിൾ ബോക്സ് നമ്മുടെ ഈ ഒരു സെക്ഷനിലുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസുകൾ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഇട്ടാൽ നമുക്കത് ഇവിടെ നിന്ന് എടുക്കാം അല്ലെ? റെക്ടാങ്കിൾ ബോക്സ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പ്രാവശ്യം റെസിസ്റ്റൻസ് ആയിട്ടും മറ്റു പ്രാവശ്യം സപ്പോർട്ടായിട്ടും വർക്ക് ചെയ്തൊരു സോൺ ഉണ്ട് അല്ലെ? ഈ ഒരു സോണിന് നമുക്കൊരു ഓറഞ്ച് കളർ കൊടുക്കാം, ഫ്ലിപ്പ് സോൺ. അതായത് ടെക്നിക്കൽ അനാലിസിസിന്റെ വലിയൊരു പ്രിൻസിപ്പിൾ ആണ്, ഒരിക്കൽ റെസിസ്റ്റൻസ് ആയ ഒരു സോൺ അത് ബ്രേക്ക് ചെയ്താൽ പിന്നീട് സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ. പിന്നെ നമുക്കൊരു ഫ്ലിപ്പ് സോൺ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. ഇനി തൊട്ട് മുകളിൽ റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഈ വളരെ അടുത്തുണ്ടായ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്കതൊരു സോണായിട്ടും മാർക്ക് ചെയ്യാം, ഒരു റെഡ് കളർ സോൺ. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും ഹൈലൈറ്റഡ് ഏരിയാസ് ഈ അടുത്തുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിലും താഴെയായിട്ട് മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന്റെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസും തൊട്ട് താഴെയുള്ള സപ്പോർട്ടുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സപ്പോർട്ട് വേണമെങ്കിൽ നമുക്കൊരു ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്യാം. ഇത് സപ്പോർട്ടായിട്ടും പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് കളർ കൊടുത്തേക്കുന്നത്, ഫ്ലിപ്പ് സോൺ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 30 മിനിറ്റ്സിലാണ്. അപ്പൊ സാധാരണ നിലയ്ക്ക് ഇന്ന് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള, നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ നല്ല റിവേഴ്സലുകൾ എക്സ്പെക്ട് ചെയ്യാവുന്ന 2 സ്പോട്ടാണത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റിലേക്ക് വരുന്നു. അപ്പോൾ ഓവറോൾ ഒരു ട്രെൻഡ് നമ്മൾ ഈ 30 മിനിറ്റ്സിൽ തന്നെ നമുക്കൊരു ഓവറോൾ ഒരു ട്രെൻഡ് ഓർത്ത് വെക്കാം അല്ലെ? ഇപ്പൊ ഏത് ട്രെൻഡാണ്? ചിലപ്പോൾ അത് സൈഡ് വൈസ് ആയിരിക്കാം, ചിലപ്പോൾ അപ് ട്രെൻഡ് ആയിരിക്കാം, ഡൗൺ ട്രെൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ഷൻ മാർക്കറ്റ് ആയിരിക്കാം, ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജിയിലുള്ള 3 എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? മെയിൻ ആയിട്ടുള്ള 3 എലമെന്റ്സ്. Support and resistance. Okay. Yes, support and S and R. Support and resistance. പിന്നെ റൗണ്ട് നമ്പർ.
അല്ലെ, ആറാണ് റൗണ്ട് നമ്പർ. പിന്നെന്താണ് ഫിബനോച്ചി 61 or 78 അല്ലെ, ഈ രണ്ട് ലെവൽസ്. അല്ലെ, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ സ്ട്രാറ്റജി, അതിലെ എലമെന്റ്സ് എല്ലാം. ഓക്കെ, ഇപ്പോ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ഏകദേശം 78-ലാണ് മാർക്കറ്റ് തിരിച്ചേക്കുന്നത്. അതായത് ഇവിടം തുടങ്ങി ഇവിടം വരെയുള്ളതിന്റെ എക്സാക്ട് ആ 78-ലാണ് വീണ്ടും മാർക്കറ്റ് കയറിയേക്കുന്നത് അല്ലെ. ഇപ്പോ ഇത് 30 മിനിറ്റ്സിലാണ്. അപ്പൊ 30 മിനിറ്റ്സിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു സ്വിംഗ് ട്രേഡിനെ പറ്റുള്ളൂ. നമുക്കൊരു ഇൻട്രാഡേ ട്രേഡിനെ എപ്പോഴും ബെറ്റർ 5 മിനിറ്റിൽ അനലൈസ് ചെയ്യാം. എന്നാലും നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാം 78 ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ ഇനി നമുക്കൊരു 5 മിനിറ്റിലേക്ക് പോവാം. 5 മിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ട്രെൻഡാണിത്? അതായത് അപ് ട്രെൻഡ് ആണോ, ഡൗൺ ട്രെൻഡ് ആണോ, സൈഡ് വൈസ് ആണോ? ഇപ്പോ നോക്കുകയാണെങ്കിൽ സൈഡ് വൈസ് ആണല്ലേ. അതായത് പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റിന് പുതിയൊരു ഹൈ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഓൾമോസ്റ്റ് അവിടെ തന്നെ റിജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഇത് നമുക്കൊരു ഷോർട്ടർ ടൈം റെസിസ്റ്റൻസ് ആയിട്ട് വരയ്ക്കാം. 5 മിനിറ്റിലുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഏരിയകൾ. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ഒരു സോൺ ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ടായിട്ട് നമുക്ക് ഇതിന് കൺസിഡർ ചെയ്യാം. അപ്പൊ സപ്പോർട്ട് വരയ്ക്കുമ്പോൾ മാർക്കറ്റ് മുകളിൽ നിന്ന് വന്നിട്ട് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ ഒരു റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ടാവണം. അതായത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വർക്ക് ചെയ്ത സ്ഥലമാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്കതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാം. അതായത് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈ അടുത്ത് വന്നേക്കുന്ന ആ ഒരു സപ്പോർട്ട് ലെവല് അതൊരു സെൻട്രലാവണ തരത്തിൽ നമുക്ക് ഈ സോണുകളെ പ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ അത് നമുക്ക് വരയ്ക്കുമ്പോൾ തന്നെ ഏകദേശം അങ്ങനെ പ്ലേസ് ചെയ്ത് പോവാം. ഈ ഒരു സപ്പോർട്ട് ഓൾമോസ്റ്റ് സെൻട്രൽ ആവണ തരത്തിൽ. അതായത് നമ്മൾ എപ്പോഴും ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് ഒരു സോണായിട്ട് കാണണം. ഇപ്പൊ ഒന്നിലധികം പ്രാവശ്യം സപ്പോർട്ടോ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്ത സോൺ ഉണ്ടെങ്കിൽ അതെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഇപ്പോ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് 5 മിനിറ്റിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫേവറേറ്റ് ടൈം ഫ്രെയിം, നമ്മൾ തീരുമാനം എടുക്കുന്ന ഒരു ടൈം ഫ്രെയിം. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസിൽ മാർക്കറ്റ് ടേൺ ചെയ്യണമെങ്കിൽ പുട്ട് ബൈ ചെയ്യാനാണ് പ്ലാൻ. അപ്പൊ നമ്മളിപ്പോ ആദ്യത്തെ ഒരു 1-2 സെക്ഷൻസ് നമുക്ക് ഓപ്ഷൻ ബൈയറുടെ പെർസ്പെക്റ്റീവില് പോവാം. ഒരു മിനിറ്റ് കേട്ടോ. സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എനിക്ക് മാത്രമാണെന്ന് അറിയില്ല. എനിക്കും ബ്രേക്ക് ആവുന്നുണ്ട്. എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ട് ഉണ്ടല്ലേ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. സ്ക്രീന് കാണുന്നില്ലല്ലോ. ഹലോ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. നെറ്റ് സ്ക്രീൻ കാണുന്നില്ല. സ്ക്രീൻ കാണുന്നില്ല അല്ലേ. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സാർ. വോയിസും ബ്രേക്ക് ആവുന്നുണ്ട്, സ്ക്രീനും കാണുന്നില്ല.
ചാർജില്ല. KBC ഇവിടെ ഇല്ല, ഇവിടെയാണ് ABC, അവിടെ KBC. ഇവിടെ ഇത് തന്നെയാണ്. കാരണം 2, 3, 5. I think 2, 5, 2. അത് രണ്ടെണ്ണം ഉണ്ട്. ABC 5G അല്ലേ? 2496. അതല്ലേ? 2395. 2925. 2925 ആണ്. 2925 ആണ്. ഇത് KBCയുടെ, ഇത് ABCയുടെ. വ്യത്യാസമുണ്ടല്ലേ? 2925. രണ്ട് പാസ്വേഡ് വ്യത്യാസമുണ്ടോ? കണക്റ്റഡ് ആയിട്ടുണ്ട്. KBC കണക്ട് ആയിട്ടുണ്ട്. പോയ ഇത് ബാക്ക് അടിച്ചോട്ടെ. ആ ലൈവ് ഉണ്ടോ? ഏതിലാ? ഓ ചെയ്തോ, അടിപൊളി. 5 പേരുണ്ടല്ലേ? ഓക്കെ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേക്കാം. കേൾക്കാം. കേൾക്കാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ഹലോ, എന്താ പറഞ്ഞേ?
സ്ക്രീൻ ഷെയർ ആവുന്നില്ലല്ലോ. സ്ക്രീൻ ഷെയർ ചെയ്യാം, സ്ക്രീൻ ഷെയർ സ്ക്രീൻ കാണുന്നില്ല. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണ്ടാവും. ഒരു മിനിറ്റ് കേട്ടോ. സർ വോയിസ് ഇപ്പോൾ ബ്രേക്ക് ആയിട്ടോ. ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ്. ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യട്ടോ. ഒരു മിനിറ്റ്. പ്രസന്റിംഗ് കൊടുത്തു. സ്പീഡ് നോക്കി ABC 2.4 ആണല്ലേ? ABC 5G കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ? കണക്ട് കൊടുത്തു. നമുക്ക് ട്രെയിൻ എടുക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഗൂഗിൾ മീറ്റ് പോകുമ്പോഴേ ബാക്ക്ഗ്രൗണ്ടിൽ OBS ഉണ്ട്, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് വ്യൂ ഉണ്ട്, കുറെ സോഫ്റ്റ്വെയർസ് ആകുമ്പോൾ ഭയങ്കര സ്ലോ. ഓക്കെ.
ഇല്ലില്ല ഞാനിപ്പോ ഞാൻ ഓൾറെഡി ഇതിലേ നെറ്റ് പോയിട്ട് ഒരു വിഷയമായിട്ടൊക്കെ അല്ല ഒരു ലൈവില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരാം. അതെ അതല്ലേ. ഹലോ. ഓക്കെ ആണല്ലോ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാൻ Yes, പറ്റുന്നില്ലേ? ബെറ്റർ ആണ് സാർ, ബെറ്റർ ആണ്. ഓക്കെ ഓക്കെ. yes, yes. നമുക്ക് നെറ്റിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ്. നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ കോർഡിനേറ്റ്സിന്റെ അടുത്തൊന്ന് കംപ്ലൈന്റ് കൊടുത്തു. ഓക്കെ. അപ്പോ ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നമ്മൾ തിരിക്കുമ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോ ഈ ഒരു സ്ട്രാറ്റജിയിൽ എപ്പോഴും നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിനേക്കാളും ഹൈക്കിനാഷി എന്ന് പറയുന്ന ചാർട്ട് കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ? ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് ചിലപ്പോ എപ്പോഴും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ Break ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ബ്രേക്ക് അവിടേക്ക് ആവുന്നുണ്ടോ? break ആയി. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യുന്നു. സാറിന്റെ വീഡിയോയും സ്ക്രീൻ ഷെയറിംഗ് വരുമ്പോഴേ ബാൻഡ് വിഡ്ത്ത് ഒരുപാട് എടുക്കും. മേ ബി വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. വീഡിയോ ഏത് മറ്റേ സ്ക്രീൻ റെക്കോർഡിങ്ങോ? സാറിന്റെ അല്ല സാറിന്റെ വീഡിയോ ഉണ്ട്, സാറിന് കാണുന്നുണ്ടല്ലോ. സാറിന്റെ വീഡിയോ ഓൺ ആണ്, സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ആണ്, ഓക്കെ. സ്ക്രീൻ ഷെയറിംഗ് ഓൺ ആണ്. രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് ഫേസ് അല്ലേ? സാറിന്റെ ക്യാമറ ഓഫ് ചെയ്താൽ മതി. സാറിന്റെ ക്യാമറ ഓഫ് ചെയ്താലേ ബാൻഡ് വിഡ്ത്ത് കുറച്ചേ എടുക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്ത് നോക്കാം. ഇത് വേറെന്തോ വിഷയം തോന്നുന്നു. നെറ്റ് സ്പീഡ് ചെക്ക് ചെയ്യുമ്പോൾ മോർ ദാൻ 100 MBPS ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. 60 MBPS മേലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വേറെ എന്തോ ഒരു വിഷയം തോന്നുന്നു. നെറ്റ് മറ്റേ അഡ്വാൻസ് ലൈവ് ഓപ്ഷൻ്റെ അകത്ത് ഇതേ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? ഈ എന്തോ വിഷ്ണു എന്തോ അങ്ങനെ പറയുന്നത് കിട്ടിരുന്ന ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് പുള്ളി പറയുന്നുണ്ടായിരുന്നു അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന്. ഇതിപ്പോ കാണിക്കുമ്പോ 184 MBPS ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മൾ സാധാരണ ഗൂഗിൾ മീറ്റില് സ്ക്രീൻ ക്യാപ്ചറിങ്ങിനൊക്കെ ഒരു 30 MBPS ധാരാളം ആയിരുന്നു. പക്ഷെ വേറെ എന്തോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. സാർ വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം ബെറ്റർ ആയിട്ടുണ്ട്. വീഡിയോ ഓഫ് ചെയ്തതിനു ശേഷം ബെറ്റർ ആയിട്ടുണ്ട് അല്ലേ? നമുക്ക് ഒന്ന് നോക്കാം, ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, നിങ്ങൾ വോയിസ് പോവാണെങ്കിൽ ഒന്ന് പറയണേ. ചിലപ്പോൾ ഞാൻ സ്ക്രീൻ കാണുന്നതിനോട് എനിക്ക് വോയിസ് കേൾക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ റെസിസ്റ്റൻസിൽ തിരിയാണെങ്കിൽ നമ്മൾ പുട്ട് വാങ്ങുന്നു. അതാണ് നമ്മളുടെ ഒരു സിനാറിയോ. രണ്ടാമത്തെ സിനാറിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിൽ വന്നിട്ട് ഒരു 2 പ്രാവശ്യമെങ്കിലും താഴേക്ക് വന്നിട്ട് അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അതായത് നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കോള് ബൈ ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു കോള് ബൈ ചെയ്യണമെങ്കിൽ അതിന്റെ മുകളിൽ പിന്നെ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു കോള് ബൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ? അപ്പോ അങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്കൊരു കോൾ ബൈ ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പൊ മാർക്കറ്റ് മുകളിലേക്ക് പോയി, ഇവിടെയാണ് ഇത് സംഭവിച്ചതെന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു പ്രാവശ്യം ആ ഒരു സോണിൽ ഹിറ്റ് ചെയ്തു, 2 പ്രാവശ്യം ആ സോണിൽ ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്ക് വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്കത് ഒരു കോള് ബൈ ചെയ്യാം. അപ്പോ നമ്മളിത് ബേസിക്കലി ഓരോ സപ്പോർട്ടിനെയും റെസിസ്റ്റൻസിനെയും അങ്ങനെയാണ് കാണേണ്ടത്. അതായത് ഇപ്പൊ ഒരു റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു റിവേഴ്സൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണണം. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് റിവേഴ്സലാണ് അല്ലെ? ഇപ്പൊ റിവേഴ്സൽ തന്നെ നമുക്ക് 2 കാര്യങ്ങൾ ബേസ് ചെയ്ത് കൺഫേം ചെയ്യാം. ഒന്ന്, നമ്മൾ പഠിച്ച കാൻഡിൽസ്റ്റിക് പാറ്റേൺസ്, അതായത് ഇപ്പോ 5 മിനിറ്റിലാണ് നമ്മുടെ ഫേവറേറ്റ് ടൈം ഫ്രെയിം. 5 മിനിറ്റിൽ ഒരു ബാരിഷ് മർബസു അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്റ്റാർ, ഇതുപോലുള്ള കാര്യങ്ങൾ ബേസ് ചെയ്ത് നമുക്ക് തീരുമാനമെടുക്കാം. അതല്ലെങ്കിൽ ഹൈക്കിനാഷി ചാർട്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പഠിച്ച കാൻഡിൽസ്റ്റിക് പാറ്റേൺ കിട്ടണമെന്നില്ല. ഹൈക്കിനാഷി
ചാർട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. മൂന്നാമതൊരു വഴി എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇങ്ങനെ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ആയിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആദ്യമായിട്ടൊരു ലോവർ ലോ ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ ഇവിടം തുടങ്ങി ഇവിടം വരെ ഈ ഒരു മൂവ്, അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു പ്രീമിയം സോണിൽ നിന്ന്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ളതിന്റെ 61, 78 സോണിൽ നിന്ന് നമ്മൾ ഷോർട്ട് ചെയ്യാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയേക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് ഇതുപോലെ ഹൈക്കനാഷി കളർ ചേഞ്ച് ചെയ്യുക, അതായത് റെഡ് ആവുക. അപ്പോൾ ഹൈക്കനാഷി കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള എൻട്രി ആയിരിക്കും നമുക്ക് തരാം. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസിൽ ഇതുപോലെ തന്നെ 2 ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. ഒന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പ്രീമിയത്തിൽ സെല്ല് ചെയ്യുക, അത് നമുക്ക് പുട്ട് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും അടിച്ചതിന് ശേഷം ബ്രേക്ക് ചെയ്യുക, അത് നമുക്ക് കോള് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി സപ്പോർട്ടിന്റെ കേസ് എടുത്താലും 2 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമുക്ക് കാണാം. ഒന്ന്, മാർക്കറ്റ് ഇങ്ങനെ താഴത്തേക്ക് വന്ന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ആ സോണിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കിയിട്ട് വീണ്ടും അതിന്റെ ഡിസ്കൗണ്ട് സോണിൽ നിന്ന് നമ്മൾ ബൈ ചെയ്യുന്നു. അപ്പൊ ഇത് ബുള്ളിഷ് ട്രേഡ് ആണ്, അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി കാണാം. മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് റിപ്പൽ ചെയ്തു, അതിനുശേഷം ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. വീണ്ടും മാർക്കറ്റ് ആ സോണിൽ നിന്ന് റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ, 2 പ്രാവശ്യം മാർക്കറ്റ് റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുട്ടെടുക്കാം അല്ലെ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ആ ഒരു കാര്യമാണ്. ഈ ഒരു ഐഡിയ മനസ്സിലായോ? ബേസിക് ആയിട്ടുള്ള ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത്. പിന്നെ ബാക്കിയെല്ലാം പറഞ്ഞു. റീടെസ്റ്റ് 2 പ്രാവശ്യം വേണോ? റീടെസ്റ്റ് 2 പ്രാവശ്യം വേണം. അപ്പോ അത് നല്ലൊരു റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇവിടെ ഓൾറെഡി 2 പ്രാവശ്യം കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 പ്രാവശ്യം കിട്ടിയാലും മതി. മനസ്സിലായോ? അപ്പോൾ മൊത്തം മിനിമം 3 റെസിസ്റ്റൻസ് എങ്കിലും പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ബ്രേക്ക് ഔട്ട് നമ്മൾ വിശ്വസിക്കാവൂ. അതായത് നമ്മൾ ബേസിക് ചാർട്ട് പാറ്റേണിന്റെ പ്രിൻസിപ്പിൾ അല്ലെ, ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറോ അസെൻഡിങ് ട്രയാങ്കിളോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാലോ. ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അല്ലെ, ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ 3 റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ. ഇനി അസെൻഡിങ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ, അപ്പോഴും 3 റെസിസ്റ്റൻസിന് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്രമാത്രം റെസിസ്റ്റൻസിനെയാണോ മാർക്കറ്റ് ക്രോസ് ചെയ്യുന്നത് അത്രമാത്രം ആ ഒരു ഡയറക്ഷനിലെ മൂവിനെ നമുക്ക് വിശ്വസിക്കാം. അതാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിന്റെ അടുത്തൊരു ബേസിക് പ്രിൻസിപ്പിൾ. അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഓൾറെഡി 1, 2 പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തൊരു സോൺ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 2 ഹിറ്റ് വേണമെന്നില്ല, ഒറ്റ ഹിറ്റ് മതി. അതായത് നേരിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ നിന്ന് വന്ന് നേരിട്ട് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും ബൈ ചെയ്യരുത്. അത് എപ്പോഴും തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വന്നിട്ട് ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് ഒന്ന് റിജക്ട് ചെയ്തു, പക്ഷെ അധികം താഴ്ത്തേക്ക് വരുന്നില്ല. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി 2ാമത്തെ പ്രാവശ്യം ഇവിടെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, തൊട്ട് മേലെ വേറെ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരിക്കലും ബൈ ചെയ്യാൻ പറ്റില്ല. ഈ റെസിസ്റ്റൻസ് ക്രോസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അതായത് ഡോണ്ട് ബൈ ഇൻ ടു ഒബ്സ്റ്റാക്കിൾസ്, അതായത് തടസ്സങ്ങളിലേക്ക് വാങ്ങരുത്. അല്ലെങ്കിൽ നമ്മൾ താഴ്ത്തേക്ക് വിൽക്കുകയാണെങ്കിലും ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് നമ്മൾ ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ 2 പ്രാവശ്യം അടിച്ചിട്ട് ഇവിടേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ഷോർട്ട് ചെയ്യരുത്, പുട്ട് വാങ്ങരുത്. കാരണം എന്താ, വീണ്ടും അത് ഇവിടെ തടയാനുള്ള സാധ്യതയുണ്ട്, ഇവിടുന്ന് തിരിച്ചു കയറി വരാനുള്ള സാധ്യതയുണ്ട്. സാർ ഇപ്പൊ വരുന്ന സ്ഥലത്ത് ഇപ്പൊ വരുന്ന സ്ഥലം കുഴപ്പമില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട അടുത്തൊരു കാര്യം, അവിടെ നല്ല റിസിസ്റ്റൻസ് മോഡ് കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് സാർ പറഞ്ഞ സ്ഥലത്ത് ഇപ്പൊ ഒരു ഷിഫ്റ്റ് വന്നില്ലേ? ഷിഫ്റ്റ് ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ വന്നിട്ടുണ്ട്. ഈവനിങ് സ്റ്റാർ ആയിട്ട് കാണാം, അല്ലെങ്കിൽ ബയറിഷ് മാർബസോ ആയിട്ട് കാണാം. അല്ല, മൊമെന്റം ഷിഫ്റ്റ് വന്നില്ലേ? മൊമെന്റം മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ നോക്കേണ്ടത് 1 അവറിലാണ്.
1 മിനിറ്റിലാണ്. അതായത് ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. MSS എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ എടുത്തിട്ട് അതിൽ MSS എന്ന് പറഞ്ഞ പേര് കൊടുത്ത് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ക്യാരക്ടർ ചേഞ്ച്, അതിന്റെ ഒരു പര്യായമാണ് ക്യാരക്ടർ ചേഞ്ച്. ഓക്കെ, അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞാല് നമ്മളിനി ഷോർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യണത് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെയുള്ളതിന്റെ 61% എത്തുമ്പോഴാണ് നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മള് ഇതാണ് ലോ എന്ന് നമ്മൾ ഇപ്പോഴും കൺഫേംഡ് ആയിട്ടില്ല. അപ്പൊ ഏകദേശം ഒരു പകുതിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാലാണ് നമ്മൾ ഇത് വരയ്ക്കുന്നതിൽ അർത്ഥമുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളന്ന് നോക്കുന്നതിൽ അർത്ഥമുള്ളൂ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് 61 എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഷോർട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് തൊട്ട് മേലെ ഇവിടെ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ 3 റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കൂട്ടാം 4. ഇതിന്റെ എല്ലാത്തിന്റെയും മേലെയായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കുക. 1-ന് 2 ടാർഗറ്റ് എടുക്കാവുന്ന സ്പേസ് താഴോട്ടും വേണം. അതായത് താഴോട്ട് ആ 1-ന് 2 വരെ വേറൊരു ഏരിയ, വേറൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ഇല്ലാന്ന് ഉറപ്പും വേണം. പിന്നെ അടുത്ത് നമുക്ക് സപ്പോർട്ട് എടുക്കുന്ന ഇവിടെയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എത്താണെങ്കിൽ നമ്മൾ പുട്ട് ബൈ ചെയ്യുന്നു. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ഈ 3-4 റെസിസ്റ്റൻസിന്റെ മേലെ വെക്കുന്നു. ടാർഗറ്റ് നമുക്ക് 1:2 വെക്കാം. സാധാരണ നിലയ്ക്ക് ഈ ടാർഗറ്റ് ഇവിടെ വരെ വെക്കാറുണ്ട് പലരും. പക്ഷെ നമ്മളെപ്പോഴും ബിഗിനേഴ്സ് 1-ന് 2 വെച്ച് എടുത്ത് അധികം ഗ്രീഡ് ഇല്ലാതെ 1-ന് 2 വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ് ബെറ്റർ. കൂടുതൽ ടാർഗറ്റ് എടുക്കാൻ നോക്കാൻ തോറും നമ്മളുടെ ലോസ് വരുന്ന ട്രേഡുകളുടെ എണ്ണം, അടുപ്പിച്ച് ലോസ് വരുന്ന ട്രേഡുകളുടെ എണ്ണം കൂടും. അതിനെയാണ് ലോസിങ് സ്ട്രീക്ക് എന്ന് പറയുന്നത്. അപ്പൊ ലോസിങ് സ്ട്രീക്ക് ലോങ്ങർ ആവും. അപ്പൊ എപ്പോഴും നമ്മൾ 1:2 തന്നെ ബിഗിനേഴ്സ് എപ്പോഴും ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇനി ഇവിടെ നമുക്ക് ഇത് നോക്കി ഇരുന്ന് ട്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഏകദേശം ഒരു പകുതിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു അലേർട്ട് വെക്കാം. അപ്പൊ അലേർട്ട് വെക്കണമെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് അലേർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിന്റെ ഷോർട്ട് കട്ട് ആണ് Alt+A. അപ്പൊ ഒരു Alt+A അടിച്ചിട്ട് ഇവിടെ കാണുന്ന ഈ വാല്യൂ 24,642 നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. 642 ടൈപ്പ് ചെയ്തിട്ട് ഒരു അലേർട്ട് വെക്കാം. അപ്പൊ അവിടെ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ കാണാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോ ഈ ഓപ്ഷൻ ബൈങ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇൻട്രാഡേ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ഇൻട്രാഡേ ചെയ്യണ പോലെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാന്ന് പ്രതീക്ഷിക്കരുത്. അത് 19 സ്റ്റോക്കുകൾ ഉണ്ട്. ഇതൊറ്റ പെയറിലാണ് നമ്മൾ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ചിടത്തോളം മാസം ഒരു 8 ട്രേഡൊക്കെയാണ് ഉള്ളൂ. അപ്പൊ ആവറേജ് പറയണമെങ്കിൽ ആഴ്ചയിൽ 2 ട്രേഡൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ആ 2 ചിലപ്പോൾ ഒരു ദിവസം തന്നെ കിട്ടിയേക്കാം, 2 ഒരാഴ്ച ചിലപ്പോൾ ഒരു ട്രേഡ് ഉണ്ടായുള്ളൂ എന്ന് വരാം. അപ്പൊ ആവറേജ് ആണ് 8 എന്ന് പറയുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും ഉൾക്കൊള്ളാൻ തയ്യാറാവണം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ. സാർ ഫിബ് വരച്ചു ഒന്ന് കാണിച്ചു തരുമോ? ഫിബ് വരച്ചത് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാവുന്ന ഈ ഒരു മൂവ് ഇല്ലേ, ആ മൂവിനെയാണ് ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. അതായത് സ്ട്രോങ് മൂവ്, റെഡ് കാൻഡിൽസ് മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മുമ്പത്തുള്ള ഈ കൺസോൾട്ടേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവ്, അല്ലെങ്കിൽ കുറവ് സമയം കൊണ്ട് കൂടുതൽ സഞ്ചരിക്കുന്ന മൂവ്. അപ്പൊ ആ മൂവാണ് നമ്മൾ ഫിബൊനാച്ചി വെച്ച് അളക്കേണ്ടത്. അതിന്റെ ഹൈ ടു ലോ, അതായത് നമ്മളൊരു ബയറിഷ് ട്രേഡ് ആണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മുകളിൽ നിന്ന് താഴ്ത്തിക്കാണ് ഡ്രാഗ് ചെയ്യേണ്ടത്. ഫിബ് ഏകദേശം ഇപ്പൊ പകുതിയായി അല്ലെ. പകുതി ആയാലാണ് നമ്മൾ 61 വരയ്ക്കുന്നതിൽ അർത്ഥമുള്ളൂ, അവിടെ അളക്കുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ എന്താണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റ് ഇങ്ങനെ വന്നു, കുറച്ച് കയറി, വീണ്ടും ഇങ്ങനെ വന്നു, കുറച്ച് കയറി, വീണ്ടും ഇങ്ങനെ വന്നു, ഇനി തിരിച്ചു വരാണ് എന്ന് വിചാരിച്ചു. അപ്പൊ ആക്ച്വലി നമ്മള് ഇവിടെ നിന്ന് ഇവിടേക്കാണ് അളക്കേണ്ട വരാ. മനസ്സിലായോ? അപ്പോ ഇതുപോലെ ചെറിയ കറക്ഷൻസ് കിട്ടുമ്പോഴേക്കും നമ്മൾ ഫിബൊനാച്ചി എടുത്ത് അളക്കുന്നതിൽ അർത്ഥമില്ല. മിനിമം ഒരു പകുതി ഒക്കെ ആയതിനു ശേഷമാണ് ഫിബൊനാച്ചി എടുത്ത് അളക്കാവൂ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം പകുതിയായി അല്ലെ. അപ്പോ 61%. അപ്പൊ ഇതിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ട് സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, വലിയ റിസ്ക് റിവാർഡിന് ട്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന അഡ്വാൻസ്ഡ് ട്രേഡേഴ്സ് വേണമെങ്കിൽ 78 ഫോക്കസ് ചെയ്യാം. 78 കിട്ടിയാലേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. പക്ഷെ നമുക്ക് എന്തോ ടൈം ഫ്രെയിം 1 മിനിറ്റ് തന്നെയാണ് വേണ്ടേ? 1 മിനിറ്റ് ഫിബ് വരയ്ക്കുന്നത് 1 മിനിറ്റിൽ. ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് നമുക്ക് നോക്കേണ്ടത് 1 മിനിറ്റിൽ. കാൻഡൽസ്റ്റിക് പാറ്റേൺ നോക്കേണ്ടത്, ഹൈക്കരാശി നോക്കേണ്ടത് 5 മിനിറ്റിൽ. ഇതിലെല്ലാം കൂടി വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ട്രിഗർ കിട്ടിയാൽ മതി. അത് ചിലപ്പോ നമുക്ക്
കാൻഡൽസ്റ്റിക് പാറ്റേൺ ആദ്യം തന്നെ ഒരു ട്രിഗർ തരും. ചിലപ്പോ ഹൈക്കനാഷി റെഡ് ആവുമ്പോഴായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കണത്. ഇവിടെ 3 സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഹൈക്കനാഷി റെഡ് ആവുമ്പോഴായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ചില സമയത്ത് നമുക്ക് ആ ഹൈക്കനാഷി റെഡ് ആവുമ്പോൾ ഒരുപാട് അങ്ങോട്ട് താഴ്ത്തി പോയിട്ടുണ്ടാവും. അപ്പൊ ഒരുപാട് ലോങ്ങർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും 1:2 കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് മാർക്കറ്റ് മൂവ് ചെയ്ത് താഴ്ത്തിക്ക് പോയി. അപ്പൊ നമ്മൾ ട്രേഡ് എടുക്കരുത്. കാരണം എന്താ, 1:2 എത്തുമ്പോഴേക്കും നമ്മൾ ഇതിന് പുറത്തേക്ക് പോകും അല്ലെ. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് നമുക്ക് ഇവിടെ എത്തുമ്പോഴേക്കും കിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും മാർക്കറ്റ് തിരിച്ചു കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ 3 ക്രൈറ്റീരിയാസ്, ഈ 3 സിഗ്നൽസും അല്ലെങ്കിൽ ട്രിഗേഴ്സും നമുക്ക് യൂസ് ചെയ്യാം. കാൻഡൽസ്റ്റിക്, ഫിബൊനാച്ചി, ക്യാരക്ടർ ചേഞ്ച്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ 5 മിനിറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഫസ്റ്റ് ഈ ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ ഈ ഒരു മറബസു കാൻഡിൽ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് പുട്ട് വാങ്ങിച്ചിട്ട് ഇതിന്റെ മേലെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ ടാർഗറ്റ് വെച്ചാൽ ബ്രേക്ക് ആവുന്നുണ്ട്. ക്യാമറ ബെറ്റർ ആയിരിക്കും. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? വോയിസ് ആണോ അതോ സ്ക്രീൻ ആണോ? ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ്, വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? സർ വോളിയം കിട്ടാറുണ്ട്. അതെ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ആ, കേൾക്കുന്നുണ്ട് അല്ലേ? സാർ ക്യാമറ പിന്നെ ഓൺ ആയി, അതിനുശേഷം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓ ഓ ഓ, ഷോർട്ട് കട്ട് ചെയ്ത് വരുമ്പോഴാണ് വോയിസും സ്ക്രീനും കട്ടാണ്. ഓക്കെ, ഇപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ ബെറ്റർ ആയി, ക്ലിയർ ആണ് അല്ലേ? ഓക്കെ. 3 ട്രിഗേഴ്സ് അത് ഓർത്ത് വെക്കുക. കാൻഡൽസ്റ്റിക് പാറ്റേൺ മാത്രമല്ല, നമ്മൾ പഠിച്ച കാൻഡൽസ്റ്റിക് പാറ്റേൺസ്, പ്രത്യേകിച്ച് റിവേഴ്സൽ കാൻഡൽസ്റ്റിക് പാറ്റേൺസ് ലൈക്ക് ഷൂട്ടിംഗ് സ്റ്റാർ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എയർലി സിഗ്നൽ കിട്ടും. ഹൈക്കനാഷി റെഡ് ആയി വരുമ്പോഴേക്കും കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഷൂട്ടിംഗ് സ്റ്റാർ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഒരു ട്രിഗർ ആയിട്ട് എടുക്കാം. ഇപ്പൊ ഇതുപോലൊരു കാൻഡിൽ അല്ലെ, ഹാങ്ങിങ് മാൻ. അപ്പൊ പിൻബാറുകളാണെങ്കിൽ ഏറ്റവും എയർലി സിഗ്നൽ നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ബെയറിഷ് മർബസു. അപ്പൊ ബെയറിഷ് മർബസു ചെറിയ കാൻഡിൽ ആണെങ്കിൽ കൂട്ടരുത്. ഒരു ആവറേജ് കാൻഡിലിനേക്കാളും വലുപ്പം ഉണ്ടായിരിക്കണം. ആവറേജ്, ഏറ്റവും വലിയ കാൻഡിലിനേക്കാളല്ല, ആവറേജ് കാൻഡിലിനേക്കാളും. അപ്പോ ഹൈക്കനാഷി ഇനിയിപ്പോ മിക്കപ്പോഴും കാൻഡിൽസ്റ്റിക് പാറ്റേൺസ് നമുക്കൊരു ക്ലൂ തരണമെന്നില്ല. മാർക്കറ്റ് തിരിക്കുമ്പോൾ ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഉണ്ടായിക്കോളണമെന്നില്ല, മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചപ്പോൾ ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ഉണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മർബസു കാൻഡിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് തിരിച്ചപ്പോൾ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും അത് ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് തിരിച്ചപ്പോൾ ഒരു ഹാമർ ഉണ്ടായിരുന്നു, ബുള്ളിഷ് ഹാമർ ഉണ്ടായിരുന്നു. എപ്പോഴും അത് ഉണ്ടാവണമെന്നില്ല. ഇവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് തിരിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു കാൻഡിൽസ്റ്റിക് പാറ്റേൺ ഉണ്ടായില്ല. അപ്പോ നമ്മൾ ഹൈക്കനാഷി ആണെങ്കിൽ ഈ ഒരു സ്പോട്ട് ഒന്ന് നമുക്ക് ഓർത്ത് വെക്കാം. ഹൈക്കനാഷി ആണെങ്കിൽ നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടും, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എൻട്രി കിട്ടും. കാരണം എന്താ, ഹൈക്കനാഷി കളറ് ചേഞ്ച് ആവാതെ മാർക്കറ്റ് ടേൺ ചെയ്ത് താഴത്തേക്ക് പോവില്ല. അപ്പൊ ഹൈക്കനാഷി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ
കൺഫേംഡ് ആയിട്ട് എൻട്രി കിട്ടും. പക്ഷെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് പലപ്പോഴും കുറച്ച് എയർലി സിഗ്നൽ തരാറ്. ചിലപ്പോ ഈ തിരിക്കൽ വളരെ സ്പീഡിലായിരിക്കും. അപ്പൊ നമുക്ക് ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേണും ഇതുപോലെ കണ്ട, ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തപ്പോ വളരെ സ്പീഡിലായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും വൈകിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമില്ല. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തപ്പോ നമുക്ക് കൃത്യമായിട്ടൊരു കാൻഡിൽ സ്റ്റിക് പാറ്റേൺ കിട്ടിയില്ല. എന്നാൽ ഉള്ള കാൻഡിൽ സ്റ്റിക് പാറ്റേണോ അല്ലെങ്കിൽ ഹൈക്കനാഷി വെച്ച് ട്രേഡ് എടുക്കുമ്പോഴേക്കും നമ്മൾ വളരെ ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കിയിട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, ഇനി നമ്മൾ കാണേണ്ടത് ഇപ്പോ 1 മിനിറ്റില് 61.8 മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ എത്താതെ മാർക്കറ്റ് താഴേക്ക് പോയേക്കാം അല്ലെ. നമ്മളെ കൂട്ടാതെ മാർക്കറ്റ് ഒരു 50%-ലോ 30%-ലൊക്കെ തിരിഞ്ഞു 50 ആയിട്ടാണ് നമ്മൾ അളക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ 61-ൽ ടച്ച് ചെയ്യാതെ മാർക്കറ്റ് താഴേക്ക് പോയേക്കാം. അപ്പോൾ എൻട്രി മിസ്സായേക്കാം. ഇനി ഇവിടെ ടച്ച് ചെയ്തു, നമ്മുടെ ട്രേഡ് ആക്റ്റീവായി, അതിനുശേഷം സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം. അപ്പൊ എപ്പോഴും നമ്മൾ 1:2 ട്രേഡ് ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്നതിൽ പകുതി ട്രേഡ് വിജയിക്കുള്ളൂ. അപ്പൊ ഓരോ ട്രേഡുകളും ഒരു കോയിൻ ടോസ് ചെയ്യണ പോലെ 50-50 പ്രോബബിലിറ്റിയിൽ കാണാൻ പറ്റണം. അപ്പോൾ ശരിക്കും പറഞ്ഞാല് 50-50 1:2 കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയ പ്രോഫിറ്റ് ആണ് അല്ലെ. അപ്പൊ നമ്മളൊരു മാസം ഒരു 8 ട്രേഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോ ആ ഒരു 8 ട്രേഡില് ഒരു കിട്ടുമ്പോൾ നമുക്കൊരു 4000, പോകുമ്പോ ഒരു 2000 ആണെങ്കിൽ 4 ട്രേഡിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയില്ലേ അല്ലെ. 2000 വെച്ച് 4 ട്രേഡിന് മിസ്സായി പോയി, ലോസ് വന്നു. 4000 വെച്ച് 4 ട്രേഡിന് കിട്ടി. അപ്പോ 16,000 പ്രോഫിറ്റും 8,000 ലോസും. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് എടുക്കണമെങ്കിൽ 8,000. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോ പകുതി ട്രേഡുകൾ വിജയിക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ തന്നെ അതൊരു അപാരമായ വിന്നിംഗ് റേറ്റ് ആണ്. അതായത് പ്രൊഫഷണൽ വിന്നിംഗ് റേറ്റ് എന്ന് പറയും. 1:2 50% വിന്നിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ലെജൻഡറി വിന്നിംഗ് റേറ്റ് ആണ്. അപ്പൊ ഇത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രേഡർ ഷിജുമോൻ ആന്റണി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, ജസ്റ്റ് ഒന്ന് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. അദ്ദേഹത്തിന് കിട്ടുന്നത് 50% വിന്നിംഗ് റേറ്റ് ആണ്. അപ്പൊ പല ആൾക്കാരും നമ്മൾ 90% വിന്നിംഗ് റേറ്റ് ഉള്ള സ്ട്രാറ്റജി, 80% വിന്നിംഗ് റേറ്റ് ഉള്ള സ്ട്രാറ്റജി യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തമ്പനയിൽ കണ്ട് നമ്മളുടെ ഒരു ഇല്യൂഷൻ എന്ന് പറയുന്നത് 80-90% വേണം, അല്ലെങ്കിൽ മിനിമം ഒരു 70% വേണമെന്നാണ്. അപ്പൊ അതൊക്കെ ഒരു 1:1 റിസ്ക് റിവാർഡ് ആണെങ്കിൽ ഓക്കെയാണ്. ഒരു 60-66% ഒക്കെ വിന്നിംഗ് റേറ്റ് ടെക്നിക്കൽ അനാലിസിസിന് കിട്ടും. പക്ഷെ നേരെ മറിച്ച് ക്ലാസ് റെക്കോർഡിംഗ് ആണ്. പറഞ്ഞു സാർ ഇപ്പൊ പറഞ്ഞ ഇന്റർവ്യൂ ആളുടെ പേരെന്താ പറഞ്ഞ? ഷിജുമോൻ ആന്റണി. അപ്പോ പ്രത്യേകിച്ച് ഓപ്ഷൻ ബയേഴ്സിന് ഷിജുമോൻ ആന്റണി ഒരു ഓപ്ഷൻ ബയറാണ്. അപ്പൊ ഒരുപക്ഷെ സ്വിംഗ് ട്രേഡേഴ്സിന് കൂടുതൽ വിന്നിംഗ് റേറ്റ് കിട്ടാറുണ്ട്. ഇപ്പോ 1:2 ചിലപ്പോൾ ഒരു പക്ഷെ 60% വിന്നിംഗ് റേറ്റ് ഒക്കെ കിട്ടാറുണ്ട്. സ്വിംഗ് ട്രേഡ് എന്ന് പറയുമ്പോൾ 1 ഡേയുടെ ചാർട്ടിൽ 2 മാസത്തേക്ക് 3 മാസത്തേക്ക് നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങിയിടില്ലേ, അത്തരം ഹയർ ദ ടൈം ഫ്രെയിം ഹയർ ദ വിന്നിംഗ് റേറ്റ് എന്നാണ്. നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നത് അത്രയും വിന്നിംഗ് റേറ്റ് കൂടും. ഇപ്പൊ നിങ്ങളൊരു 1 വീക്കിന്റെ ചാർട്ട് നോക്കിയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും നിഫ്റ്റിയിൽ നടക്കില്ല, സ്റ്റോക്സുകളിലൊക്കെയല്ല നടക്കുള്ളൂ. ഓപ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 1 വീക്കിന്റെ ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യുന്നത് കൂടുതലും പൊസിഷണൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഒരാഴ്ചയുടെ ക്യാൻഡില്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഫോർ എക്സാമ്പിൾ ഒരു ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ഒരാഴ്ചയുടെ ക്യാൻഡില് 1 വീക്കിന്റെ ചാർട്ടിൽ നമ്മൾ കാണുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു കൊല്ലം കൊണ്ടൊക്കെ ഉണ്ടായതായിരിക്കും അല്ലെ. 52 ക്യാൻഡിൽസ് ഉണ്ട്, അല്ലെങ്കിൽ 104 ക്യാൻഡിൽസ് ഉണ്ട്. 1-2 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ആയിരിക്കും. ഐ മീൻ ഇൻവെർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ ആയിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക. അതിന്റെ ടാർഗറ്റ് അടിക്കണമെങ്കിൽ ഏകദേശം ഒരു 6 മാസം 1 വർഷം വേണം. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്നത് പൊസിഷണൽ ട്രേഡ് എന്നാണ്. കുറച്ച് സ്വിംഗ് ട്രേഡിനേക്കാളും കുറച്ചുകൂടി ദൈർഘ്യമുള്ള ട്രേഡുകൾ. ഇനി സ്വിംഗ് ട്രേഡിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഏത് ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്യാറ്? 1 ഡേയുടെ ചാർട്ടൊക്കെയാണ് അല്ലെ. അപ്പൊ 1 ഡേയുടെ ചാർട്ടിൽ ഒരു ചാർട്ട് പാറ്റേൺ ഒക്കെ ആണെങ്കിൽ ഇപ്പോ അസെൻഡിങ് ട്രയാങ്കിളോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ചാർട്ട് പാറ്റേൺ, ഒരു റെക്ടാംഗിൾ ബ്രേക്ക്ഔട്ടോ
കപ്പ് ആൻഡ് ഹാൻഡിലോ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ടാർജറ്റ് കിട്ടുക ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു അരമാസം, 1 മാസം, 2 മാസം അല്ലെ, 2 weeks to 2 months ഒക്കെ ആയിരിക്കും. അപ്പൊ അതില് സ്കാൽപ്പിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വിന്നിങ് റേറ്റ് ഉണ്ട്. പക്ഷെ നല്ല ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ടി വരും. ഒരു ട്രേഡ് എടുത്താൽ 2 മാസം കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ആരും അത് ചെയ്യില്ലല്ലോ. അപ്പൊ സ്കാൽപ്പിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ 1 minute 5 minute കളിക്കുന്ന കളിയാണ്. അപ്പൊ ഇതില് നമ്മൾ ആ ഒരു വിന്നിങ് റേറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യാവൂ. അതായത് 1:2 ട്രേഡ് ചെയ്യുമ്പോൾ 50% വിന്നിങ് റേറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക അതിനേക്കാളും കുറച്ച് കുറവ് എക്സ്പെക്ട് ചെയ്യാവൂ. ഒരു 40-45 ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യാവൂ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓരോ ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതായത് കിട്ടിയാ കിട്ടി, പോയാ പോയി മെന്റാലിറ്റി. അതായത് ഓരോ ട്രേഡ് എടുക്കുമ്പോഴും അതിൽ പ്രത്യേകിച്ച് അത് വിജയിച്ചു എന്ന് വിചാരിച്ച് നമ്മളുടെ അനാലിസിസ് സൂപ്പർ ആവണമെന്നില്ല, അത് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മുടെ അനാലിസിസ് മോശമാവണമെന്നില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിധിക്ക് വിട്ടുകൊടുക്കണം. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് മൈൻഡേ ചെയ്യണില്ല. കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ടാർജറ്റ് വെക്കുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്, ടാർജറ്റ് ഇവിടെയാണ്. നമ്മൾ എടുക്കുന്ന റിസ്കിന്റെ ഇരട്ടി ടാർജറ്റ് എടുക്കാൻ നോക്കുക. അതായത് നമ്മൾ എടുക്കുന്ന റിസ്കിന്റെ ഇരട്ടി ടാർജറ്റ് കിട്ടാവുന്ന മേഖലകളിലാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതാണ് ഈ ലക്കി. അല്ലാതെ ഒരിക്കലും നമ്മൾ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കല്ല. നിഫ്റ്റി ഇന്ന് മുകളിലേക്ക് പോവോ താഴത്തേക്ക് പോവോ ദൈവത്തിന് അറിയാം അല്ലെ. അത് ട്രംപ് വിചാരിച്ചാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക, പല ആൾക്കാരും പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്ത് യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. അതിലേതെങ്കിലും ഒരാള് പറയുന്നത് ശരിയായിരുന്നെങ്കിൽ അവരുടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് പൈസ ഉണ്ടാക്കിയാനില്ലേ അല്ലെ. അവരും നല്ല പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന ട്രേഡേഴ്സ് ലൈക്ക് PR സുന്ദർ പോലുള്ള ട്രേഡേഴ്സ്, അവര് മൊത്തം ഗ്ലോബൽ വ്യൂ പറയുന്നതല്ലാതെ അവരെല്ലാ ക്ലൈമാക്സിലും പറയുന്ന കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടറിയാം എങ്ങോട്ടാണ് ഇന്ന് നിഫ്റ്റി പോവുക എന്നുള്ളതെന്ന് പറഞ്ഞിട്ടാണ് കൺക്ലൂഡ് ചെയ്യാം. അല്ലാതെ ഒരിക്കലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പൊ നമ്മൾ ചെയ്യണത് മാർക്കറ്റിനെ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കല്ല. നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്ന സ്പോട്ടുകളിൽ നമ്മൾ ട്രേഡ് എടുത്ത് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇനി അടുത്ത ട്രേഡ് എവിടെ ആയിരിക്കും നമുക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ട്രേഡ് ഇവിടെ തന്നെയാണ്. കാരണം 2 റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ നമുക്കൊരു MSS കിട്ടിയിട്ടുണ്ട്. 60 കിട്ടുകയാണെങ്കിൽ നമുക്ക് മതി, 50 കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണ്ട എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇരിക്കുന്നു. കിട്ടിക്കഴിഞ്ഞ് ഇത് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ റെസിസ്റ്റൻസ് 3 എണ്ണം ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കടന്നാൽ നമ്മൾ പരാജയപ്പെട്ടു. നേരെ താഴത്തേക്ക് വീഴാണെങ്കിൽ നമ്മൾ വിജയിച്ചു. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ട്രേഡ് എവിടെയായിരിക്കും? സപ്പോർട്ടിന്റെ താഴെ അല്ലെ, സപ്പോർട്ടില് താഴേക്ക് പോയാൽ. അതെ, നമുക്ക് 2 സിനാരിയോസ് കാണാം. ഒന്ന്, നമ്മൾ ട്രേഡ് എടുത്തു എന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം മാർക്കറ്റ് അധികം പോയില്ല. പതുക്കെ പട്ടത്തിൽ കാറ്റ് പിടിക്കുന്ന പോലെ വീണ്ടും തിരിച്ചു കയറിയിട്ട് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ അല്ലെ, ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി റിസ്ക് ആണ്. കാരണം ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ നിന്നൊരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ ലാസ്റ്റ് 2 പ്രാവശ്യം ഹിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ. ഓൾറെഡി 2 റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് 1 പ്രാവശ്യം ഹിറ്റ് ചെയ്താലും മതി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു സ്വിങ്ങിന് താഴെയായിരിക്കും, ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഷോൾഡർ പോലെ ആ ഷോൾഡറിന് താഴെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതിന്റെ 2 ഇരട്ടി നമുക്ക് കിട്ടണമെങ്കിൽ അതിന് മുമ്പ് ഒരു റെസിസ്റ്റൻസ് പാസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ഇല്ല, അതിന് മുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഈ സപ്പോർട്ടിലാണ്. ഈ സപ്പോർട്ട് മാർക്കറ്റ് വന്നിട്ട് അത് എപ്പോഴാണ് എത്താന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈവനിങ് ഒക്കെ ആവും. നമുക്കൊരു 2 മണി 2:15 ശേഷം ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം 1:2 റിസ്ക് റിവാർഡിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ട്രേഡ് എടുത്താനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത കൂടുതലും ടാർജറ്റിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് അല്ലെ. അപ്പൊ നമുക്ക് 1:2 കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി 1:1 ചെയ്യുന്നതിന് സിമിലർ ആയി വരാണ്. അതുകൊണ്ട് ഒരു 1:15 2:15 ശേഷം, ഉച്ചയ്ക്ക് ശേഷം 1:30 ശേഷമൊക്കെ ട്രേഡ് എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ ടാർജറ്റ് അടിക്കാനുള്ള പ്രോബിലിറ്റി കുറവാണ്. ഇൻ കേസ് വേഗത്തിൽ വരികയാണെങ്കിൽ, അത് ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഇരിക്കാൻ വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൽ അല്ലെ, ഇവിടെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി കഴിഞ്ഞിട്ട് താഴെ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ ട്രേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രേഡ് ഉണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. അതിന്റെ തൊട്ട് താഴെയുള്ള
സപ്പോർട്ടാണ് മേജർ സപ്പോർട്ട്. അപ്പൊ ഇവിടെയാണ് കുറച്ചുകൂടി ഒരു മെയിൻ ട്രേഡ് എന്ന് പറയാം. അപ്പൊ ഞാനത് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു ട്രേഡ്, ഇവിടെ ഒരു ട്രേഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് രണ്ടും ബുള്ളിഷ് ട്രേഡ് ആണ്. ഇനി അടുത്ത ബെയറിഷ് ട്രേഡ് എവിടെയാണ്? ഈ ഒരു സപ്പോർട്ട് നമുക്ക് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കാം. മാർക്കറ്റ് ഇതിലേക്ക് വേവ് ചെയ്ത് ഇങ്ങനെ എത്തിയതിനു ശേഷം ഇവിടെ 2 പ്രാവശ്യം ഹിറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ബെയറിഷ് ട്രേഡ് ഇല്ല. കാരണം എന്താണ്? തൊട്ടടുത്ത് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അല്ലെ. നേരെ മറിച്ച് വീണ്ടും തിരിച്ച് ഇവിടെയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ബെയറിഷ് ട്രേഡ് ആയി. അതായത് നമുക്ക് പുട്ട് ബൈ ചെയ്യാനുള്ള ഒരു അവസരമായി. ഓക്കെ, ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്തിട്ടില്ല, കാരണം നമ്മൾ 61 ഹിറ്റ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ എടുത്തു എന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷെ എന്തുണ്ടാവാം, ഇവിടുത്തെ ഫസ്റ്റ് ട്രേഡിന്റെ ഇവിടെ വരെ വന്ന് ടാർഗറ്റ് അടിക്കാതെ തിരിച്ച് വരും അല്ലെ. ഒരുപാട് താന്നതിന് ശേഷമാണ് തിരിച്ചു വരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ചെറിയ ഷോൾഡർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാവൂ. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വന്ന് വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും അല്ലെ. നമ്മൾ എൻ്റർ ആവും ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഈ റെസിസ്റ്റൻസുകൾ, ഇപ്പൊ 3 റെസിസ്റ്റൻസ് ആയി മൊത്തം. നേരിട്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ബൈ ചെയ്യരുത്. വീണ്ടും ഒരു ചെറിയ ഷോൾഡറോട് കൂടി ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിന്റെ ഇരട്ടി ടാർജറ്റ് ഈ റെസിസ്റ്റൻസിൽ എത്തണതിന് മുമ്പ് ഉണ്ടെങ്കിൽ മാത്രം. അപ്പൊ പ്രോബബിലി അത് ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് അടുത്ത ട്രേഡ് ഇവിടെ ആയിരിക്കും, ബുള്ളിഷ് ട്രേഡ് ഇവിടെ ആയിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും 1 മിനിറ്റിലേക്ക് വരാം. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഇതൊരു നല്ല സൂചനയാണ്. അതായത് താഴത്തേക്കുള്ള മൂവ് നല്ല സ്ട്രോങ് ആയിരുന്നു, മുകളിലേക്കുള്ള മൂവ് വളരെ സ്ലോ ആണ്. ഇതിനെയാണ് നമ്മൾ IC റേഷ്യോ എന്ന് പറയുന്നത്, അതായത് ഇമ്പൾസീവ് കറക്റ്റീവ് റേഷ്യോ അനുപാതം. അപ്പൊ ഇമ്പൾസീവ് മൂവ് വളരെ ഫാസ്റ്റും കറക്റ്റീവ് മൂവ് വളരെ സ്ലോ ആണെങ്കിൽ അത് നമുക്ക് ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഇവിടെ നിന്ന് ട്രേഡ് എടുത്താൽ അല്ലെങ്കിൽ ഇതിന്റെ പ്രീമിയത്തിൽ നിന്ന്, അത് 61 ആവട്ടെ 78 ആവട്ടെ, ഇതിന്റെ പ്രീമിയത്തിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുത്താൽ വിജയിക്കാനുള്ള സാധ്യത കൂടാൻ ഒരു നല്ല കൺഫർമേഷൻ ആണ് ഇത്. അതിന്റെ അർത്ഥം മാർക്കറ്റില് വലിയ ഫണ്ട് ഉള്ള ഒരു താഴ്ത്തിക്കാണ് സെല് ചെയ്യണത് എന്നുള്ളതാണ്. മുകളിലേക്ക് റീറ്റെയിലേഴ്സ് ആണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല, ഇതൊക്കെ ഓരോ അനുമാനങ്ങളാണ്. ഇപ്പൊ പല അനുമാനങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഒരു ട്രേഡ് നമ്മൾ എടുക്കുന്നത്. കണ്ടോ, കറക്റ്റ് ആ മുമ്പ് റെസിസ്റ്റൻസ് ഉണ്ടായ സ്ഥലത്ത് തന്നെയാണ് എക്സാക്ട്ലി മാർക്കറ്റ് നല്ലൊരു ഇമ്പൾസീവ് മൂവ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ, ഈ ഒരു റെസിസ്റ്റൻസിൽ. അപ്പോ അവിടെ നിന്ന് നല്ലൊരു സെല്ലിംഗ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വളരെ കുറവ് സമയം കൊണ്ട് കൂടുതൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റി എന്നുള്ളതാണ്. ആ വേണ്ട സ്പോട്ടിൽ നിന്ന് തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു അലേർട്ട് ഇത് വെക്കുന്ന എങ്ങനെയാ? സ്റ്റോപ്പ് ലോസും ടാർജറ്റും നമ്മൾ എപ്പോഴും ഈ അണ്ടർലൈനിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. അതായത് നിഫ്റ്റിയിൽ ഒരു അലേർട്ട് വെച്ചിട്ട് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷനിൽ വെക്കാതിരിക്കുകയാണ് നല്ലത്. നിഫ്റ്റിയിൽ ഒരു അലേർട്ട് വെച്ചിട്ട് ആ അലേർട്ട് അടിക്കുമ്പോൾ മാനുവലി എക്സിറ്റ് ചെയ്യാണ് നല്ലത്. ഇപ്പൊ നമ്മുടെ 61 എത്തി അല്ലെ. അപ്പോൾ മാർക്കറ്റ് ഒരിക്കലും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യുന്നേക്കാൾ നല്ലത് ഒന്ന് തിരിച്ചതിന് ശേഷം ഷോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം, ഹൈക്കനാഷി. അപ്പോൾ ഹൈക്കനാഷി എന്ന് പറയുന്ന ഈ ചാർട്ട് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് കണ്ടാൽ മതി. അതായത് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നു എന്നുള്ളത് കൺഫേംഡ് ആയിട്ടൊരു സൂചന തരുന്ന ഒരു കളർ ചേഞ്ചിങ് ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്ക് ഒരു ഹൈക്കനാഷി എൻഗൾഫ് ചെയ്തതിന് ശേഷം ട്രേഡ് എടുക്കാം. ഇപ്പൊ 61 ആയി. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ട്രേഡ് എടുക്കണമെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു 2 ആഴ്ച നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യുക. കാരണം നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈങ് പൈസ ഇട്ട് ട്രേഡ് ചെയ്യുന്ന അവരുടെ പൈസ ആദ്യത്തെ ഒരു മാസം 2 മാസം പോവാറുള്ളൂ. എത്ര ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിലും എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രേഡ് ആണെങ്കിലും ആദ്യത്തെ ഒരു മാസം 2 മാസം നമ്മൾ വെറുതെ പൈസ കൊടുത്ത് അത് പഠിച്ചെടുക്കണ്ട. ഫ്രീ ആയിട്ട് പഠിച്ചെടുക്കാൻ ഫ്രണ്ട് പേജ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്, പേപ്പർ ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നിർബന്ധമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി
നല്ല ലോട്ടിട്ടൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒരു പുട്ട് എടുക്കാം. ഇവിടുന്ന് മാർക്കറ്റ് ടേൺ ചെയ്തെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം, അതായത് നമുക്ക് ഇപ്പോ ഇതിനു മുമ്പ് ഹൈക്കനാഷി റെഡ് ആയത് ഇവിടെയല്ലേ, ഈ ഒരു സ്പോട്ടിലല്ലേ എൻഗൾഫ് ചെയ്തത്. അതുപോലെ ഇവിടെയും ഒരു ഹൈക്കനാഷി എൻഗൾഫിംഗ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ കൃത്യം ഇവിടെ തന്നെ ഒരു ഹൈക്കനാഷി എൻഗൾഫിംഗ് കിട്ടിയാൽ ഇതാ ഈ ഒരു മിനിറ്റിൽ ഓൾമോസ്റ്റ് അത് റെഡിയായി അല്ലെ. ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് ട്രേഡ് എടുത്താൽ മതി. എത്തിക്കുണ്ട ക്ലോസ് ചെയ്തതിനു ശേഷം ട്രേഡ് എടുത്തു. ആ ഒരു മിനിറ്റിൽ ഓൾമോസ്റ്റ് ക്ലോസ് ആവാറായി അല്ലെ, ഏതാണ്ട് നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ ട്രേഡ് എടുത്താൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഈ 3 റെസിസ്റ്റൻസിന് മേലെ 35 കഴിഞ്ഞു അടുത്ത ക്യാൻഡിൽ പ്ലോട്ടായി തുടങ്ങുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഫ്രണ്ട് പേജ് ആപ്പ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ചെയ്തിരുന്നു. ഓക്കെ, ഫ്രണ്ട് പേജിൽ ജസ്റ്റ് ഒരു ലോട്ട് എടുത്തോ. നമ്മൾ ഉണ്ട്. ഒബ്സർവ് ചെയ്ത് എഴുതി വെക്കുന്നേക്കാളും നല്ലത് ഒരു ട്രേഡ് എടുക്കുകയാണ്. കാരണം നമുക്ക് എത്ര റിസ്റ്റ് റിവാർഡ് കിട്ടി, ചിലപ്പോൾ ഫുള്ള് കിട്ടണമെന്നില്ല. എത്ര സ്ട്രൈക്ക് 24,600 അല്ലേ? അടുത്ത ക്യാൻഡിൽ പ്ലോട്ടായി. അപ്പൊ ആ മൊമെന്റിലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പൊ നിഫ്റ്റിയുടെ ATM സ്ട്രൈക്ക് എത്ര? 24,600. 24,637 അല്ലെ, 641 37. അപ്പൊ 650 എടുത്തു. 24,650 PE സെലക്ട് ചെയ്യുക. ഡേറ്റും സെലക്ട് ചെയ്യുക. 11 അല്ലേ, ഓഗസ്റ്റ് 11 അല്ലേ എക്സ്പയറി. ഇപ്പൊ വ്യാഴാഴ്ച, അടുത്ത ചൊവ്വാഴ്ചയിലത്തെ എക്സ്പയറി. എപ്പോഴും ATM എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇരിക്കുന്നത് ഇതിന് മേലെയാണ്, ടാർജറ്റ് ഇരിക്കുന്നത് ഈ സപ്പോർട്ടിന് മേലെ ഇരിക്കണം. അപ്പോൾ ഇവിടെ 1 2 3 മൊത്തം 3 റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ, 3 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ 3 റെസിസ്റ്റൻസിന് മേലെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. 1 2 ടാർജറ്റ് വെക്കാം. അപ്പൊ ടാർജറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ അലേർട്ട് ആയിട്ടാണ് വെക്കേണ്ടത്. ഒരിക്കലും ആ എടുക്കുന്ന പുട്ട് ഓപ്ഷനിലല്ല വെക്കേണ്ടത്. പുട്ട് ഓപ്ഷനിൽ വെക്കുന്നതിൽ വലിയ കഥയില്ല. കാരണം മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്ത് അവിടെ കിടന്നാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും അണ്ടർലൈനിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതെന്നുള്ളത് അവിടെ ഒരു അലേർട്ട് വെക്കുക. അലേർട്ട് വെക്കണമെങ്കിൽ ഷോർട്ട് കട്ട് Alt + H, Alt + A. Alt + H എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻ, Alt + A എന്ന് പറയുന്നത് അലേർട്ട്. അപ്പോ ഈ ട്രേഡിംഗ് വ്യൂല് 2 3 അലേർട്ടുകളാണ് ഫ്രീ പ്ലാനിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഏതാണ് ആ ബ്രോക്കറുടെ തന്നെ അലേർട്ട് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഇവിടെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആ കൃത്യമായ 61 വീണ്ടും ഒരു നല്ല ഒരു പാരിഷ് മർബസു വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും വെച്ചിട്ട് താഴേക്ക് പോകണമെന്നൊന്നുമില്ല. പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കണ്ടേ? എന്താണ് പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കണ്ടേ? 3 മിനിറ്റ് ചാർട്ട് നോക്കണ്ട. ഇവിടെ ഇതിൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ നേരെ 1 മിനിറ്റ്. 5 മിനിറ്റിന്റെ ചാർട്ടിൽ നമുക്ക് ഓൾറെഡി ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു ബാരിഷ് എൻഗൾഫിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി നമുക്ക് 24,650 പിയുടെ 24,650 പിയുടെ പ്രീമിയം ചാർട്ട് നോക്കണ്ടായിരുന്നു നമ്മള്. പ്രീമിയം ചാർട്ട് നോക്കണ്ട, അതിന് പകരം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്, അലേർട്ട് വെക്കുന്നത് അല്ലെ. പ്രീമിയത്തിന്റെ ചാർട്ടിലുള്ള പാറ്റേൺസിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചാർട്ട് പാറ്റേൺ ആയാലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത് വളരെ കുറച്ച് ആൾക്കാരല്ലേ നോക്കുന്നുള്ളൂ. അത് ആ ഒരു എന്താ പറയാ, ആ ഒരു സ്ട്രൈക്ക് എടുക്കുന്നവർ മാത്രമല്ലേ നോക്കുന്നുള്ളൂ. ഒരുപാട് സ്ട്രൈക്കുകൾ ഉണ്ടല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ അണ്ടർലൈനിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അണ്ടർലൈനിലെ റെസിസ്റ്റൻസ് സപ്പോർട്ടിന്, അണ്ടർലൈനിലെ ചാർട്ട് പാറ്റേൺസിനൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. സാർ അങ്ങനെ വരുമ്പോഴേ SL അവിടെ സെറ്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ച് വരിക, എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്കത് അടിക്കൂലേ? പെട്ടെന്ന് നഷ്ടം വരില്ലേ, ലോസ്? എവിടെ നമ്മളിപ്പോ സ്റ്റോപ്പ് ലോസ് വെക്കുന്നില്ലല്ലോ, നമ്മളിപ്പോ മാനുവലി നമ്മൾ എക്സിറ്റ് അടിച്ചു പോവല്ലേ സാർ പറയുന്നത്? കൂടിയിട്ട് നമ്മൾ ആ സ്റ്റോപ്പ് ലോസിനെ മാനിക്കണം. അതായത് ഇവിടെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ്
ട്രേഡിംഗ് വ്യൂലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രോക്കറുടെ അടുത്ത് അലേർട്ട് വെച്ചിട്ട് അലേർട്ട് കിട്ടുമ്പോൾ മാർക്കറ്റ് ഓർഡർ എക്സിറ്റ് ചെയ്യാണ് ബെറ്റർ വേ. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പ്രീമിയത്തിൽ ഇതുപോലെ ഒരു ഹമ്പ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഇപ്പൊ അണ്ടർലൈങ് ഇങ്ങനെയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ നേരെ മറിച്ച് ഇങ്ങനെ ഒരു ഹമ്പ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഹമ്പിന്റെ അടിയിൽ വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് കുറച്ച് കൺസോൾഡേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മാർക്കറ്റ് താഴ്ത്തേക്ക് വീഴുകയും ചെയ്യും. അപ്പൊ നമുക്ക് വിഷമവും. അപ്പൊ അതിലും ഭേദം അണ്ടർലൈങ്ങിനെയാണ് നമ്മൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഇവിടെ ഒരു ബെയറിഷ് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷനിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. ചാർട്ട് എടുത്ത് നോക്കാം. അപ്പൊ അതിന്റെ താഴെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. പക്ഷെ മാർക്കറ്റ് കുറച്ച് കൺസോൾഡേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ഇവിടെ കുറച്ച് കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വീഴാനുള്ള പ്ലാൻ എന്നുണ്ടെങ്കിൽ മിക്കതും നമ്മുടെ ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അത് രണ്ടും പക്ഷെ മാർക്കറ്റിൽ പെട്ടെന്നൊരു മൂവ്മെന്റ് നമുക്ക് എന്താണ് മാർക്കറ്റിൽ പെട്ടെന്നൊരു മൂവ്മെന്റ് വരികയാണെങ്കിൽ നമ്മളത് നല്ലൊരു ലോസ് ആയിട്ട് വരികയും ചെയ്യില്ലേ? വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോ ഉള്ളൊരു സേഫ്റ്റിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അബ്രപ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കറക്റ്റ് ആയിട്ട് അടിച്ചു പോകാൻ കുറച്ച് ഡിലേ വരും. പക്ഷെ സാധാരണ നിലയ്ക്ക് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 10 മണിക്ക് മുമ്പും ട്രേഡ് എടുക്കരുത്, ഒരു 3 മണിക്ക് ശേഷവും ട്രേഡ് എടുക്കരുത്. സാധാരണ നിലയ്ക്ക് മാർക്കറ്റിൽ വലിയ മൂവ്മെന്റുകൾ ഉണ്ടാവുക ഈ 10 മണിക്ക് മുമ്പും 3 മണിക്ക് ശേഷമാണ്. അതിനുള്ളിലുള്ള മൂവ്മെന്റ് ഒക്കെ വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്മോൾ മൂവ്മെന്റ്സ് ആണ് ഉണ്ടാവുക. വളരെ റയർ അത് ആയിട്ട് മാത്രമല്ല ഇപ്പം സെബിയുടെ പുതിയ ഇതില്ലേ, ലൈക്ക് 3:15 ആവുമ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ അതുകൊണ്ട് നമുക്കിപ്പോ ഓപ്ഷൻ ട്രേഡേഴ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യും? കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുക. 3 മണിക്ക് ശേഷം അല്ല, ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ഒക്കെ ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. അതെ, അപ്പൊ ഓപ്ഷൻ ട്രേഡറിനെ എങ്ങനെ അത് എഫക്ട് ചെയ്യുക? ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. സാധാരണ ഓപ്ഷൻ സെല്ലിങ്ങും ഹോൾഡിങ്ങും കുറച്ച് ദിവസത്തേക്ക് ചെയ്യാതിരിക്കുകയാണ് സേഫ്. ഇൻട്രാഡേയിൽ ഇതുവരെ അങ്ങനെ വലിയ മൂവ്മെന്റ് ഒന്നും കണ്ടുവന്നിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഔട്ട് ഓഫ് ദ മാർക്കറ്റ് അല്ല, ഫസ്റ്റ് ഡേ തന്നെ ലാസ്റ്റ് 3:15 ശേഷം വലിയൊരു നല്ലൊരു ചേഞ്ച് ആണ് വന്നത്. പക്ഷെ ഇൻട്രാഡേ 3:15 മുമ്പ് തീർന്നത് കൊണ്ട് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദിച്ചത് ഓപ്ഷൻസിൽ എങ്ങനെ നമുക്ക് അഫക്റ്റ് ആവുന്നു? അതെ അതെ, മാർക്കറ്റ് ഒരിക്കലും പെട്ടെന്ന് നേരെ ഒന്നും പോവാൻ ചാൻസ് ഇല്ല ഇൻട്രാഡേ ആ ഒരു 10 മണിക്ക് 3 മണിക്കുള്ളിലേ. കാരണം ആക്റ്റീവായിട്ട് എല്ലാവരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. കുറെ പേര് ബൈ ചെയ്യുമ്പോൾ കുറെ പേര് സെല് ചെയ്യാൻ അവിടെ ഉള്ളത് കൊണ്ട് ഇക്വിലിബ്രിയത്തിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിലേക്ക് പെട്ടെന്ന് വലിയ മൂവ്മെന്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ വേണമെങ്കിൽ വന്നേക്കാം, ഈ കാണുന്ന പോലെയുള്ള മൂവ്മെന്റ്സ് വന്നേക്കാം, ഇതുപോലുള്ള മൂവ്മെന്റ്സ് ഇല്ലേ. അപ്പൊ അതൊക്കെ നമ്മൾ അലേർട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിറ്റ് ആകുമ്പോൾ അറിയാലോ. അപ്പൊ മൊബൈലിൽ അലേർട്ട് വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അത്രയും അതിനെ റെസ്പെക്ട് ചെയ്യണം. അതായത് അതിനുവേണ്ടി ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന കാര്യം, സീരിയസ് ആയിട്ട് പൈസ ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതിനുവേണ്ടി വേറൊരു സ്മാർട്ട് ഫോൺ കൊണ്ടുനടക്കുക. അതുപോലെ തന്നെ അലേർട്ടിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഡമ്മി അലേർട്ട് വെച്ചിട്ട് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രൈസ് നിൽക്കുന്നത് എവിടെയാണോ അതിന്റെ തൊട്ട് മേലെയും താഴെയും ഓരോ അലേർട്ട് വെക്കുക. എന്നിട്ട് അത് ബെല്ലടിക്കുന്നില്ലേ, നമ്മുടെ മൊബൈൽ ഫോണിൽ ബെല്ലടിക്കുന്നില്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ബീപ്പ് സൗണ്ടോ മെസ്സേജ് സൗണ്ടോ യൂസ് ചെയ്യാതെ ഒരു പ്രോപ്പർ റിംഗ് ടോൺ, നമ്മുടെ സാധാരണ കോളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള റിംഗ് ടോൺ കീപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ വളരെയധികം അതിനെ റെസ്പെക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബെല്ലടിക്കണം എന്നില്ല, ആ ബെല്ലടിച്ചാൽ നമ്മൾ അറിയണമെന്നില്ല. അങ്ങനെ പല ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ സീരിയസ് ആയിട്ട് പൈസ ഇട്ട് ട്രേഡ് ചെയ്യുമ്പോൾ അതിനു വേണ്ടി ഒരു മൊബൈൽ തന്നെ കൊണ്ടു നടക്കുന്നതിൽ തെറ്റില്ല. സാർ അതൊന്ന് വെക്കുന്ന ഒന്നോടൊന്ന് കാണിച്ചോ. അലേർട്ടാണോ? അലേർട്ട് വെക്കണമെങ്കിൽ നമുക്ക് ഈ മൗസ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ Alt+A അടിച്ചാൽ മതി. എന്നിട്ട് എൻ്റർ അടിച്ചാൽ അലേർട്ടായി. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ കൊണ്ട് വെക്കാതെ വേറെ എവിടെയെങ്കിലും ഒരു വൈറ്റ് സ്പേസിൽ ഒരു അലേർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊണ്ട് ഡ്രാഗ് ചെയ്ത് വെക്കാം. സ്റ്റോപ്പ് ലോസ് എവിടെയാണോ അവിടേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അവിടെ തന്നെ മൗസ് കൊണ്ട് വെച്ചിട്ട് Alt+A അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ടോപ്പിൽ ഒരു ബട്ടൺ ഉണ്ട് അലാറത്തിന്റെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആ പ്രൈസ് അടിച്ചു കൊടുത്താലും മതി. ഇവിടെ എവിടെയാണോ സ്റ്റോപ്പ് ലോസ് 676 അത് ഇവിടെ അടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ക്രിയേറ്റ് ചെയ്താലും മതി. അപ്പൊ ടാർജറ്റിന് വെക്കണം അലേർട്ട്. ടാർജറ്റിനും വെക്കണം. അപ്പൊ നമ്മൾ എൻട്രിക്ക് മുമ്പ് രണ്ട് അലേർട്ട് വെക്കുമല്ലോ.
ഇപ്പൊ നമ്മളിവിടെ 61 എത്തുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് എൻട്രിക്ക് നമ്മളൊരു അലേർട്ട് വെക്കുള്ളൂ. ആ അലേർട്ട് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അലേർട്ട്സ് 3 യൂസ് ചെയ്യാം. അപ്പൊ ഒരെണ്ണം സ്റ്റോപ്പ് ലോസിന് ഒരെണ്ണം ടാർഗറ്റിന് വെക്കുന്നു. അപ്പൊ പഴയ ഓൾറെഡി അടിച്ച അലേർട്ട്സുകൾ നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. അറ്റ് എ ടൈം 3 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൂ. അതിപ്പോ 3 തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്യാം. മാക്സിമം 3 അലേർട്ട് എങ്ങാണ്ടാണ്. യെസ്, ലോഗില് ഇവിടെ കിടക്കുന്നുണ്ട്, കണ്ടോ? ഓൾറെഡി അടിച്ച അലേർട്ട്സുകൾ ഇങ്ങനെ കിടക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കത് യൂസ് ചെയ്യാം. നമുക്ക് എപ്പോഴും ഒരു ഇൻസ്ട്രുമെന്റിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവർക്ക് നിഫ്റ്റി ഈ ട്രേഡിംഗ് വ്യൂയിലുള്ള ഫ്രീ അലേർട്ട്സുകൾ മതി, 3 മതി. ഓക്കെ, അപ്പൊ നമ്മൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഇപ്പൊ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൽ നമ്മുടെ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് അല്ലെ? വെക്കനാഷി റെഡ് ആയ ക്യാൻഡിലിൽ എവിടെയാണ് ഫസ്റ്റ് വെക്കനാഷി എൻഗൾഫിംഗ് ഇവിടെയാണ് വന്നേക്കണം. ഇവിടെ നമ്മുടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ബാക്കി വിധിക്ക് വിട്ടു കൊടുക്കുകയാണ്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു 1500 രൂപയാണ് ലോസ് എന്നുണ്ടെങ്കിൽ, മുകളിൽ പോകുമ്പോൾ 1500 രൂപയാണ് ലോസ് എന്നുണ്ടെങ്കിൽ താഴെത്തുമ്പോൾ ഒരു 3000 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും അപ്രോക്സിമേറ്റ്ലി. അത് എത്ര വേഗത്തിൽ പോകുന്നതെന്നുള്ളതിനനുസരിച്ചാണ്. സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഒരു 5000 കിട്ടും. സ്ലോവിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ 2000 കിട്ടുള്ളൂ. നഷ്ടം വരുമ്പോൾ 1500 ആണെങ്കിലും ലാഭം വരുമ്പോൾ 2000 കിട്ടുള്ളൂ. അപ്പൊ 1:2 ഇവിടെ അളന്ന് വെച്ചു എന്ന് വിചാരിച്ച് നമ്മൾ എടുക്കുന്ന ആക്ച്വൽ റിസ്കിന്റെ ഇരട്ടിയല്ല നമ്മൾ ഓപ്ഷൻ ബൈങ്ങിൽ കിട്ടുക. അത് സ്പീഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇൻട്രാഡേ ആണെങ്കിൽ കറക്റ്റ് ആണ്. ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് 100 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് 200 രൂപയാണെങ്കിൽ നമ്മൾ 10 ക്വാണ്ടിറ്റി വാങ്ങിച്ചാൽ 1000 രൂപ റിസ്ക് എടുക്കുകയാണെങ്കിൽ 2000 രൂപ കറക്റ്റ് കിട്ടും. പക്ഷെ ഓപ്ഷൻ ബൈങ്ങിൽ ഒരിക്കലും നമ്മൾ വരച്ചിടുന്ന പോലെ എല്ലാ റിസ്ക് റിവാർഡ് വരാം. അത് സ്പീഡിനനുസരിച്ച് ചെറിയ മാറ്റം വരും. ഓക്കെ അല്ല? അപ്പോ പിന്നെ നമ്മളിത് അടുത്ത ദിവസങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാം. അപ്പൊ ഇനി ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മൾ ഫിബൊനാച്ചി ബേസ് ചെയ്തിട്ടുള്ള ട്രേഡ് കണ്ടിട്ടില്ല അല്ലെ? ഇന്നത്തെ ഒരു കേസിൽ ഫിബിന് വലിയ പ്രസക്തി ഇല്ല, കാരണം സൈഡ് വേസ് മാർക്കറ്റ് ആണ്. പക്ഷെ നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക, പലപ്പോഴും എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ടാണ് ഫിബ് ലെവൽസ് നിഫ്റ്റിയിൽ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചാർട്ട് എടുത്ത് ഒബ്സർവ് ചെയ്യുക. പലപ്പോഴും നമുക്ക് ഫിബ് ലെവൽസുകൾ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇന്ന് നമ്മൾ ഫിബ് ലെവൽസ് ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിന് മാത്രമാണ് യൂസ് ചെയ്തുള്ളൂ. അതായത് ഒരു ട്രേഡ് എൻട്രി എടുക്കാൻ മാത്രമാണ് യൂസ് ചെയ്തുള്ളൂ. ശരിക്കും നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ 5 മിനിറ്റിൽ ചാർട്ട് ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ ഫിബ് ലെവൽസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ട്രെൻഡിങ്ങിലാണെങ്കിൽ മാർക്കറ്റ് ഒരു ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ഫിബ് ലെവൽസും കൂടി മറിച്ചിടാറുണ്ട്. അവിടെ നിന്നാണ് റിവേഴ്സൽ പ്രതീക്ഷിക്കാറ്. മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് പോകുമ്പോൾ കൂടുതലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജിയിൽ 3 എലമെന്റ്സ് ഉണ്ടാവാനുള്ള കാരണം അതാണ്. അതായത് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് മാർക്കറ്റിലും ട്രേഡ് കിട്ടണ്ടേ. അപ്പൊ ട്രെൻഡിങ് മാർക്കറ്റിൽ നമ്മൾ ഫിബ് കൺസിഡർ ചെയ്യും, റൗണ്ട് നമ്പർ കൺസിഡർ ചെയ്യും. റേഞ്ചിങ് മാർക്കറ്റിൽ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. ബേസിക് സ്ട്രാറ്റജി എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആ ഡീറ്റെയിൽസ് നമ്മൾ പതുക്കെ നമുക്ക് പഠിച്ചു വരാം. അപ്പൊ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാം. ആദ്യം തന്നെ 1 മണിക്കൂറിന്റെ ഒരു ദിവസത്തിന്റെ ചാർട്ട്, 1 ഡേ ചാർട്ട് എടുത്തിട്ട് കഴിഞ്ഞ 3-4 ദിവസങ്ങളുടെ സ്പഷ്ടമായിട്ട് കാണാവുന്ന ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുന്നു. അതിപ്പോ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ട് മുകളിലും താഴെയും മാത്രം മാർക്ക് ചെയ്താൽ മതി. വളരെ അകലെയുള്ള ലൈൻസുകൾ ഇപ്പൊ മാർക്ക് ചെയ്യുന്നതിൽ അർത്ഥമില്ല അല്ലെ? ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ് എന്തോരം സഞ്ചരിക്കുന്നുള്ളത് നമുക്ക് ആ 1 ഡേയുടെ ചാർട്ട് കണ്ടാൽ അറിയാലോ ഏകദേശം. അത്രയും അതിനുള്ളിലുള്ളത് മാർക്ക് ചെയ്താൽ മതി. അതിന് പുറത്തുള്ളതിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത കുറവാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിമിൽ പോയിട്ട് വളരെ ഒബ്വിയസ് ആയിട്ട് കാണാവുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒരു സപ്പോർട്ട് ആണെങ്കിൽ മുകളിൽ നിന്ന് വന്നിട്ട് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ടാവണം. അതായത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള ഏരിയാസ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം മാർക്ക് ചെയ്താൽ മതി. എല്ലാം വാരി വലിച്ച് മാർക്ക് ചെയ്ത കൺഫ്യൂഷൻ ആവും. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന്, അപ്രോച്ച് ഡിസ്റ്റൻസും ബൗൺസ് ഡിസ്റ്റൻസും. എത്ര അകലെന്നാണ് ആ സപ്പോർട്ടിലേക്ക് എത്തിയത്, എത്ര അകലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര ബൗൺസ് ഡിസ്റ്റൻസും അപ്രോച്ച് ഡിസ്റ്റൻസും കൂടുതലുള്ളത് നല്ല സപ്പോർട്ടായിട്ട് നമുക്ക് കാണാം. 2, ഫ്രീക്വൻസി, എത്ര പ്രാവശ്യം അത് റെസിസ്റ്റൻസോ സപ്പോർട്ടോ ആയിട്ടുണ്ട്.
അപ്പൊ അത് എപ്പോഴും ഒരു സോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഒരു ലൈനായിട്ടല്ല. ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം ഇന്നത്തെ റെസിസ്റ്റൻസ് പോലെ. അപ്പൊ അതൊക്കെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ സോണിലായിട്ട് വരച്ചിടുന്നു. സ്റ്റെപ്പ് നമ്പർ 2 അല്ലെ. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്നതിന് മുകളിലും താഴെയുമുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഡമ്മി എന്താ പറയാ ഒരു പാത്ത് ടൂൾ എടുത്തിട്ട് നമ്മൾ വരയ്ക്കുകയാണ് അല്ലെ. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു ബ്ലാങ്ക് സ്ക്രീനിൽ കാണിക്കാം. ഒരു പ്രൈസ് ഇവിടെ നിൽക്കുന്നു എന്ന് വിചാരിച്ചോ, ബ്ലൂ ലൈൻ. ഒരു സപ്പോർട്ട്, ഒരു റെസിസ്റ്റൻസ് മുകളിലുണ്ട്, ഒരു സപ്പോർട്ട് താഴെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ഒരു പാത്ത് ടൂൾ എടുത്തിട്ട് നമ്മൾ എവിടെ നിന്നാണ് ട്രേഡ് എടുക്കാനുള്ള പ്ലാൻ, എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്, ഇതുപോലെ ചെറിയ പാത്ത് ടൂൾ എടുത്തിട്ട് കട്ടി കുറച്ചിട്ടൊന്ന് വരച്ചിടാം. ഒന്ന് റെസിസ്റ്റൻസിൽ എത്തിയിട്ട് ഒരു ഹൈക്കനാഷി എൻഗൾഫിങ്ങോ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റോ കിട്ടിയാൽ, അല്ലെങ്കിൽ കാൻഡൽസ്റ്റിക് പാറ്റേണോ കിട്ടിയാൽ, ഇപ്പോൾ MSSന്റെ കേസാണ് നമ്മൾ വരച്ചിടുന്നത്, പ്രീമിയത്തിൽ നിന്ന് നമ്മൾ സെല്ല്, ഇപ്പൊ നമ്മൾ ചെയ്ത പരിപാടി. ഇനി അതുമല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിൽ എത്തിയിട്ട് 2 പ്രാവശ്യമെങ്കിലും ഹിറ്റ് ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, അപ്പൊ ഓൾറെഡി രണ്ട് പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഹിറ്റ് ചെയ്താൽ മതി. ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു ബുള്ളിഷ് എൻട്രി പ്ലാൻ ഉണ്ട്. അതിന്റെ മുകളിൽ ആ വേറെ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, 1:2 എത്തുന്നവരെ. പ്ലാൻ സി, താഴത്തേക്ക് വന്നിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എടുത്തിട്ട് വീണ്ടും ഡിസ്കൗണ്ട് സോണിൽ നിന്ന് നമുക്കൊരു പ്ലാൻ ഉണ്ട്. 4ാമത്തെ പ്ലാൻ സപ്പോർട്ട് അല്ലെ. സപ്പോർട്ട് ഞാൻ ഗ്രീൻ സോൺ ആക്കാൻ വിട്ടുപോയി. 4ാമത്തെ പ്ലാൻ ഈ ഒരു സപ്പോർട്ടിൽ എത്തിയിട്ട് ഇടിച്ച് അത് പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബെയറിഷ് പ്ലാൻ ഉണ്ട്. അതായത് നമുക്ക് പുട്ട് വാങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇത് സപ്പോർട്ടാണ്. ഓക്കെ, ഇപ്പൊ പ്രൈസ് നിൽക്കുന്നതിന് മുകളിലും താഴെയുമായിട്ട് ഈ 4 ട്രേഡിംഗ് സെറ്റപ്പുകൾ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു മനസ്സിലൊരു ഐഡിയ കിട്ടും. ഓക്കെ, മാർക്കറ്റ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ 2 ട്രേഡിംഗ് പ്ലാൻ, മാർക്കറ്റ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ 2 ട്രേഡിംഗ് പ്ലാൻ. അതിലൊന്ന് റിവേഴ്സലും ഒന്ന് ബ്രേക്ക് ഔട്ടും അല്ലെ. ഇത് റിവേഴ്സൽ പ്ലാൻ ആണ്, ഇത് ബ്രേക്ക് ഔട്ട് പ്ലാൻ ആണ്. അപ്പൊ റിവേഴ്സലിന് വേണ്ടിയിട്ട് നമുക്ക് 3 ട്രിഗർ യൂസ് ചെയ്യാം. ഏറ്റവും ഏർലി ട്രിഗർ തരിക കാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ്. പക്ഷെ കാൻഡൽസ്റ്റിക് പാറ്റേൺ 30% ഓഫ് ദ ടൈംസ് ആണ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ഉണ്ടാവാറുള്ളൂ. 66% ഓഫ് ദ ടൈമും എന്താണ് നമുക്ക് കാൻഡൽസ്റ്റിക് പാറ്റേൺ ഉണ്ടാവാറില്ല ഒരു റിവേഴ്സലില്. അപ്പൊ നമുക്ക് ഹൈക്കനാഷിയാണ് ഗ്യാരണ്ടീഡ് ട്രിഗർ തരാം. അപ്പോൾ ഹൈക്കനാഷി ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്താൽ മതി. മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്തു എന്ന് അറിയാം. അപ്പൊ ഹൈക്കനാഷി വെറുതെ ഒരു റെഡ് കാൻഡിൽ കാണിച്ചുകൊണ്ട് മാത്രം നമ്മൾ പുട്ട് വാങ്ങരുത്, അല്ലെങ്കിൽ തീരുമാനം എടുക്കരുത്. അതൊരു എൻഗൾഫിംഗ് ആയിരിക്കണം. ബെയറിഷ് എൻഗൾഫിംഗ് പോലെ ഹൈക്കനാഷി എൻഗൾഫിംഗ്. ഇനി അതുമല്ലെങ്കിൽ ആ താഴത്തേക്കുള്ള മൂവ് വളരെ ഫാസ്റ്റ് ആണെങ്കിൽ, ഒരു ഫാസ്റ്റ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു വലിയ ക്യാൻഡിൽ ആണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കരുത്. അപ്പൊ നമ്മൾ അളന്നു നോക്കുക, ഇവിടെ നിന്ന് നമ്മൾ ട്രേഡ് എടുത്താൽ ഇതിന്റെയൊക്കെ മേലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 1:2 എത്തണത് അടുത്ത സപ്പോർട്ടിന്റെ അപ്പുറത്തേക്ക് പോവോ എന്നുള്ളത് അളന്നു നോക്കിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് റിവാർഡ് കിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ട്രേഡ് എടുക്കരുത്. നമ്മൾ പിന്നെ വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറാൻ വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ തിരിച്ച് കയറാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ മിനിമം 50% കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയിരിക്കാം. മിനിമം 50% കഴിഞ്ഞതിന് ശേഷം മാത്രം അലേർട്ട് വെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാവൂ. ഒരു 40-50% മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമാണ് അതൊരു പ്രോപ്പർ ലോ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അടുത്ത ലോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു 50% 40% മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫിബ് ടൂൾ എടുത്തിട്ട് 61% ഒരു അലേർട്ട് വെക്കുന്നു. ആ അലേർട്ട് അടിക്കുമ്പോൾ ഇപ്പോഴും ട്രേഡ് എടുക്കാറായിട്ടില്ല. അപ്പൊ ആ അലേർട്ട് അടിക്കുമ്പോൾ ചാടി കയറി ട്രേഡ് എടുക്കുന്ന ആൾക്കാരും അവിടെ നിന്ന് റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു വിന്നിംഗ് റേറ്റ് എന്തായാലും റിവേഴ്സൽ കൺഫർമേഷൻ കിട്ടിയവർക്ക് കൂടുമല്ലോ. അപ്പൊ നമ്മളെപ്പോഴും വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ എപ്പോഴും ഒരു റിവേഴ്സൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ റിവേഴ്സൽ കൺഫർമേഷൻ നമ്മൾ 1 മിനിറ്റിലാണ് നോക്കേണ്ടത്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ 1 മിനിറ്റിലാണ് നോക്കേണ്ടത്. കാൻഡൽസ്റ്റിക്കും ഹൈക്കനാഷി നമ്മൾ 5 മിനിറ്റിലാണ് നോക്കേണ്ടത്. അത് 1 മിനിറ്റിൽ നോക്കുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം പെട്ടെന്ന് മാർക്കറ്റ് തിരിച്ച് ഇറങ്ങാൻ നോക്കുമ്പോഴേക്കും ഒരു 1 മിനിറ്റിൽ ബാരിഷ് എൻഗൾഫിംഗ് വരും. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ ഹൈക്കനാഷിയും നമ്മുടെ കാൻഡൽസ്റ്റിക് പാറ്റേൺസ് ഒക്കെ നമ്മൾ 5 മിനിറ്റിലാണ് നോക്കേണ്ടത്. മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നമ്മൾ നോക്കേണ്ടത് 1 മിനിറ്റിലാണ്. അത് 5 മിനിറ്റിൽ നോക്കുമ്പോൾ വല്ലാണ്ട് ലേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ബൈ പ്രാക്ടീസ് നമുക്ക് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ ഇതേ കോൺസെപ്റ്റുകൾ തന്നെ ഉപയോഗിച്ച് ട്രേഡ് ചെയ്ത് നമുക്കത് തറമാക്കാം. ഇവിടെ വലിയ റൗണ്ട് നമ്പേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ റൗണ്ട് നമ്പർ ലൈക്ക് 24,000
4500 അല്ലെങ്കിൽ 23500, 500ന്റെയും 1000ന്റെയും ഗുണിതങ്ങൾ ഉണ്ടെങ്കിൽ റൗണ്ട് നമ്പറും നമുക്കൊന്ന് വരച്ചിടാം, അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാം. 100ന്റെ ഗുണിതങ്ങളും വേണമെങ്കിൽ സ്കാൽപ്പിങ്ങിൽ യൂസ് ചെയ്യാം, പക്ഷെ അത് മാത്രമായിട്ട് നമ്മൾ എടുക്കരുത്. അതിൻ്റെ ഒപ്പം വേറെ റെസിസ്റ്റൻസ്, ഒരു കോൺഫ്ലുവൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടു. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ റൗണ്ട് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 24500 അല്ലെ? അതെ, അവിടെ തന്നെയാണ് നമ്മളിപ്പോൾ വരച്ചിട്ടേക്കണം. ഇപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലുവൻസ് ഉണ്ടായിരുന്നു. നമുക്ക് റൗണ്ട് നമ്പർ എപ്പോഴും ഒരു ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യാം. 24500 എപ്പോഴും ടൈപ്പ് ചെയ്ത് കൊടുക്കണം നല്ലത്. അപ്പൊ ആ ലൈൻമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്റ്സിൽ പോയി നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇതിന്റെ ടെക്സ്റ്റിൽ പോയിട്ട് ഒരു പേരൊക്കെ കൊടുത്ത് ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്താൽ നമുക്ക് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. റൗണ്ട് നമ്പർ 25000, 24500 അല്ലെ? അപ്പോൾ മാർക്കറ്റ് റൗണ്ട് നമ്പറിനെ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് റെസ്പെക്ട് ചെയ്ത് നോക്കി ഇന്നലെ. പക്ഷെ ഈ ട്രേഡ് നമുക്ക് കിട്ടുമായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നലെ വൈകിട്ടും 4:35-നാണ്, 2:35-നാണ്. എന്നാലും നമുക്ക് മനസ്സിലാക്കാം റൗണ്ട് നമ്പറിനെ നിഫ്റ്റി കാര്യമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ അതുപോലെ തന്നെ ചെറിയ എന്താ പറയാ 500, 600, 700 പോലെയുള്ള നമ്പേഴ്സ് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇനി കൂടുതൽ ചാർട്ട് കൊളാക്കണ്ട വെച്ചിട്ടാണ് നമ്മളുടെ റൗണ്ട് നമ്പേഴ്സ് അധികം വരച്ചിടാത്തത്. അപ്പൊ പതുക്കെ നമുക്ക് വേണമെങ്കിൽ 100ന്റെ ഗുണിതങ്ങളെയും വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണ് മുമ്പ് റൗണ്ട് നമ്പേഴ്സ് ഒക്കെ വർക്ക് ചെയ്തേക്കണത്. 500, 1000 പോലുള്ള റൗണ്ട് നമ്പേഴ്സ് പലപ്പോഴും നന്നായിട്ട് റിവേഴ്സൽ സിഗ്നൽ തരാറുണ്ട്. 100ന്റെ ഗുണിതങ്ങൾ നമുക്ക് അധികം വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റന്റ് ലെവലിനെ ക്ലബ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് വരച്ചിടാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സപ്പോർട്ട് അതിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിൽ നമുക്ക് പ്രോപ്പറായിട്ട് റൗണ്ട് നമ്പേഴ്സ് ഫിബും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ റെക്കോർഡിംഗ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ചൊവ്വയും വ്യാഴമായിട്ട് തന്നെ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ഇന്ന് നമ്മൾ കവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ട്രേഡ് എടുത്തിരുന്നോ? ഫ്രണ്ട് പേജിൽ ട്രേഡ് എടുത്തിരുന്നോ? ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഒക്കെ വെക്കുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഈ ഓപ്ഷൻസിന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും അണ്ടർലൈനിൽ, അതായത് നിഫ്റ്റിയുടെ സ്പോട്ടിൽ അലേർട്ട് ആയിട്ട് വെച്ചിട്ട് നമ്മൾ മാനുവലി മാർക്കറ്റ് ഓർഡറിന് എക്സിറ്റ് ചെയ്യുക തൽക്കാലം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പഠിക്കാം. നമ്മൾ ഇൻട്രാഡേയുടെ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കിയ ഓർഡർ ആണ്, ടാർഗറ്റ് വെക്കിയ ലിമിറ്റ് ഓർഡർ ആണ്. അല്ല, ഞാൻ ഈ ഫ്രണ്ട് പേജ് ഈ ആപ്പിലുള്ള ഫ്രണ്ട് പേജിൽ അതിൽ കാണുന്നുണ്ടായിരിക്കും. ഫ്രണ്ട് പേജിലെ കാര്യമല്ലേ? ഫ്രണ്ട് പേജിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അവിടെ തന്നെ വെക്കാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ഒരുമിച്ച് വെക്കാം. അത് ഈ എക്സിറ്റ് ചെയ്യുമ്പോഴാണോ വരുന്നത്? ഞാൻ നോക്കട്ടെ എവിടെയാണുള്ള സെറ്റിംഗ്സ്. എന്താണ്? ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അല്ല, ഫ്രണ്ട് പേജ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. നമുക്ക് അടുത്തൊരു ക്ലാസ്സിലെ ഈ ഫ്രണ്ട് പേജ് ആപ്പ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിലെങ്ങനെ സിമിലർ ആണ്, നമ്മുടെ ബ്രോക്കറുടെ ആപ്പിന് സിമിലർ ആണ്, എന്നാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫ്രണ്ട് പേജ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യാം. സാർ, ഈ ബ്രോക്കർ ചാർട്ടും ട്രേഡിംഗ് വ്യൂ തമ്മിൽ ലാഗിംഗ് ഉണ്ടോ? ടൈം ലാഗിംഗ് ഉണ്ടോ? നമുക്ക് ട്രേഡിംഗ് വ്യൂ ബ്രോക്കറിന്റെ ഉള്ളിൽ ഇപ്പൊ ഫസ്റ്റ് സ്റ്റോക്ക് അല്ലെങ്കിൽ സറോദ പോലുള്ള ബ്രോക്കേഴ്സിന്റെ ഉള്ളിൽ 2 ചാർട്ട് അവൈലബിൾ ആണ്. അത് ചാർട്ട് ഐക്യു എന്ന് പറയുന്ന ഒരു കമ്പനിയും ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്ന കമ്പനിയുമാണ് ചാർട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ മാറ്റാം. അപ്പൊ എപ്പോഴും നമ്മൾ ബ്രോക്കറുടെ ചാർട്ടിനെയാണ് കൂടുതൽ റിലൈ ചെയ്യേണ്ടത്. ട്രേഡിംഗ് വ്യൂവിലെ ചാർട്ട് അക്യുറേറ്റ് ആവണമെന്നില്ല, പക്ഷെ വലിയ വ്യത്യാസമൊന്നും വരാറില്ല. സാധാരണ നിലയ്ക്ക് ചെറിയ ടൈം ഫ്രെയിംസുകളിലൊക്കെ ഒരു ക്യാൻഡിൽ ഗ്രീൻ ആണെങ്കിൽ അപ്പുറത്തെ ക്യാൻഡിൽ എന്താണ് റെഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ഹാങ്ങിങ് മാൻ ആണെങ്കിൽ അപ്പുറത്ത് ഹാമർ ആയിരിക്കും. അതുപോലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. ബിഗർ ചാർട്ട്സുകളിൽ അങ്ങനെ വലിയ മാറ്റം വരാറില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ നിഫ്റ്റിയുടെ സ്പോട്ടിനെ തന്നെ റിലൈ ചെയ്യാൻ നോക്കുക. വലിയ മാറ്റം ഉണ്ടാവാറില്ല. ട്രേഡിംഗ് വ്യൂലാണെങ്കിലും ഇപ്പൊ നമ്മൾ ഈ റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ വരച്ച് ഇടുന്നതൊക്കെ ചാർട്ടൊക്കെ നോക്കി എക്സാക്ട്ലി ഒരുപോലെ ആയിരിക്കും. ഇപ്പൊ ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ എടുത്തിട്ട് 1 മിനിറ്റിലേക്ക് 5 മിനിറ്റിലേക്കൊക്കെ പോകുമ്പോൾ ചെറിയ ഷേപ്പുകളിൽ മാറ്റം ഉണ്ടാവും മാത്രം. വാലിന് കുറച്ച് നീട്ടം കൂടുതൽ കുറവ്
അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു മാത്രം. സാധാരണ നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും സ്മൂത്ത് ട്രേഡിംഗ് വ്യൂ ആണ്. ചാർട്ട് വരയ്ക്കാനും കുറിക്കാനൊക്കെ ഏറ്റവും വർക്കിംഗ് ഫ്ലോ എപ്പോഴും ട്രേഡിംഗ് വ്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് വ്യൂ ആണ് യൂസ് ചെയ്യാറുള്ളൂ. ട്രേഡ് എടുക്കുന്നത് മാത്രം നമ്മൾ ബ്രോക്കറുടെ ആപ്പിൽ എടുക്കാം. അത് വേണമെങ്കിൽ നമുക്ക് മൊബൈലിലേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ട് കണ്ടുകൊണ്ട് നമുക്ക് മൊബൈലിൽ ഫസ്റ്റ് സ്റ്റോക്കിൽ ഓർഡർ ഇടാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റോക്കിന്റെ ചാർട്ട് വെബ് വെർഷനിലേക്ക് പോകണമെന്നില്ല, മൊബൈലിൽ എടുക്കുന്നതാണ് ഈസി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.